PDF കാണാമോ? കാണാം. കാണാം. അപർണ മിസ് ഇന്നില്ല കേട്ടോ, ലീവാണ് നമ്മളെ. ഓക്കെ, പ്രേയർ സ്റ്റാർട്ട് ചെയ്തോളൂ. പ്രേയർ ഞാനാണ് ഐശ്വര്യ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ശക്തിയും വിവേകവും തരേണമേതയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്ക് നിത്യവും വർദ്ധിച്ചിടാൻ എത്രയും മനോജ്ഞമായി സ്വഗേഹമായി വസിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. Thank you, ma'am. Thought of today. Thought of today. Time is not measured by the passing of years, but by what one does, what one feels, and what one achieves. Repeat. Time is not measured by the passing of years, but by what one does, what one feels, and what one achieves. By Jawaharlal Nehru. Thank you, Miss. Okay, sign in. സൈനൻ. സ്വപ്നങ്ങളുടെ മനുഷ്യൻ APJ അബ്ദുൽ കലാം. രാമേശ്വരത്തിലെ ഒരു ചെറിയ വീട്ടിൽ അബ്ദുൽ കലാം എന്നൊരു ബാലൻ ജീവിച്ചിരുന്നു. അച്ഛനെ സഹായിക്കാൻ അവൻ പത്രം വിതരണം ചെയ്തു. ദാരിദ്ര്യമുണ്ടായിരുന്നെങ്കിലും സ്വപ്നങ്ങൾ അവന്റെ മനസ്സിൽ വലുതായിരുന്നു. പഠനത്തിൽ അവൻ കഠിനമായി പരിശ്രമിച്ചു. പരാജയങ്ങൾ വന്നപ്പോൾ പോലും അവൻ കൈവിട്ടില്ല. സ്വപ്നം കാണൂ, അതിനു പിന്നാലെ പ്രവർത്തിക്കൂ എന്നതായിരുന്നു അവന്റെ വിശ്വാസം. കാലക്രമേണ ആ ബാലൻ ഇന്ത്യയുടെ മഹത്തായ ശാസ്ത്രജ്ഞനായി, പിന്നീട് രാഷ്ട്രപതിയായി. ചെറിയ തുടക്കത്തിൽ നിന്ന് വലിയ ഉയരങ്ങളിലേക്കുള്ള യാത്ര അങ്ങനെ സഫലമായി. സ്വപ്നങ്ങൾക്ക് ഉയരം നൽകൂ, പ്രയത്നത്തിന് ഇടവേള കൊടുക്കരുത്. അപ്പോൾ വിജയവും നിനക്കൊപ്പം നടക്കും. താങ്ക് യു. Okay. Good afternoon to all. Good afternoon, ma'am. Good afternoon, ma'am. ഭക്ഷണം കഴിഞ്ഞ എല്ലാവരുടെ? കഴിച്ചു. നിങ്ങൾ ക്ലാസ്സിൽ ഡിബേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ചെയ്യിപ്പിക്കുന്നു നിങ്ങളെ കൊണ്ട്. ചെയ്തിട്ടില്ല ആണോ? ടോപ്പിക് കേട്ടാ അറിയുന്നത് ചെയ്തോ ഇല്ലേന്ന്? ചെയ്തിട്ടില്ല മിസ്സേ. ചെയ്യിക്കാന്ന് പറഞ്ഞു മിസ്സേ. ശരി പോയി. ചെയ്യിക്കാന്ന് പറഞ്ഞിരുന്നല്ലേ? ഓക്കെ. എത്ര പേരുണ്ട്? സ്ട്രെങ്ത് എത്ര നോക്കട്ടെ. 26. കുറച്ച് കുട്ടികളെ കൂടി കയറട്ടെ, എന്നിട്ട് ടോപ്പിക് തരാം. ഇതാണ് ഹസ്ന. ഭക്ഷണം കഴിച്ചില്ലേ? നോമ്പാണോ? നോമ്പാണോ? എന്തിന്റെ നോമ്പാ? സുന്നത്ത് നോമ്പാ. ആണോ? ഓക്കെ. വെള്ളം കുടിക്കാൻ പാടില്ല അല്ലേ? അല്ല, മോളാണോ? സിസ്റ്ററിന്റെ മോളാ. ഇത്രയും പേരല്ലേ ഉണ്ടാവുള്ളൂ ഉദ്ദേശം?
ചെയ്തിട്ടില്ല എന്ന് ഉറപ്പാണല്ലോ ഡിബേറ്റ് ക്ലാസ്സില്? പുതിയ ഇല്ല മിസ്സേ, ചെയ്തിട്ടില്ല. ഓക്കെ, ടോപ്പിക് എത്തുള്ളൂ. വെൻ ഡിസിപ്ലിൻ സ്റ്റാർട്ട് ഫ്രം സ്കൂൾ ഓർ ഫാമിലി. കുട്ടികളിലെ ഡിസിപ്ലിൻ ഉടലെടുക്കുന്നത് അല്ലെങ്കിൽ ഡിസിപ്ലിന്റെ ആ ഒരു ഫൗണ്ടേഷൻ എവിടെ നിന്നാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഡിസിപ്ലിൻ ഉണ്ടാവാൻ കാരണക്കാരായ 2 ഫാക്ടേഴ്സ് സ്കൂളാണോ ഫാമിലി ആണോ? ഇതാണ് നിങ്ങളുടെ ടോപ്പിക്. ഓക്കെ, യെസ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഡിബേറ്റ് ചെയ്യുന്നത്? ഒരാള് അനുകൂലിക്കാനുണ്ടാവും, മറ്റൊരാള് പ്രതികൂലിക്കാൻ, എഗ്രി ചെയ്യാനും ഡിസഗ്രി ചെയ്യാനുണ്ടാവും, അല്ലെ? യെസ്. അപ്പൊ ഇവിടെ പറയുമ്പോ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഒരു സംസാരം വേണ്ട. ഡിബേറ്റ് ആണെന്ന് ഓർക്കും. നമ്മൾ ചിലപ്പോൾ സംസാരിച്ചു പോകുന്ന സമയത്ത് അതൊരു ബുദ്ധിമുട്ടായേക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ പറയുന്ന അഭിപ്രായത്തോട് വേറൊരാൾ യോജിക്കുന്നുണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടാവരുത് കേട്ടോ. നോർമൽ ആയിട്ട് നടത്തണം. ഇത് ക്ലാസ് സെഷൻ ആണെന്ന് വിചാരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ ആരാണ് ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഞാൻ പേര് വിളിക്കട്ടെ. ഞാൻ ഒരാളുടെ പേര് വിളിക്കുക, അയാൾ സ്റ്റാർട്ട് ചെയ്തോണ്ടും ബാക്കി നിങ്ങൾ അഭിപ്രായത്തോട് യോജിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തിരിച്ചതിന്റെ മറുപടി കൊടുക്കുക. ഓക്കെ, മനസ്സിലായോ? ഡിബേറ്റ് ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ടോ വേറെ എവിടെയെങ്കിലും? ഇവിടെ അല്ലാതെ സ്കൂളിലോ എവിടെയെങ്കിലും? ഓക്കെ, നോ. യെസ്. ഇപ്പൊ ഞാൻ പറയുന്നു ഡിസിപ്ലിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്കൂളിൽ നിന്നാണ്. സ്കൂളാണ് ഡിസിപ്ലിന്റെ ഏറ്റവും വലിയ ഉറവിടം എന്നാണ് ഞാൻ പറയുന്നത്. ഇതിനോട് ആരെങ്കിലും അനുകൂലിക്കുന്നുണ്ടോ? ഞാൻ വിളിക്കാം, പേര് ഞാൻ വിളിച്ചോളാം. യെസ്, ഗോപിക എസ് നായർ. ഓക്കെ മാം. മാം, ഞാൻ പറയുന്നത് ഡിസിപ്ലിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് വീട്ടിൽ നിന്നാണെന്നാണ്. അതായത് വീടാണല്ലോ നമ്മുടെ കുട്ടിയുടെ ആദ്യത്തെ സ്കൂൾ എന്ന് പറയുന്നത്. നമ്മളുടെ അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളായിരിക്കണമല്ലോ. അതായത് നമ്മളുടെ പെരുമാറ്റം, അതായത് മാതാപിതാക്കളുടെ പെരുമാറ്റം കണ്ടാണല്ലോ ഓരോ കുട്ടിയും വളർന്നു വരുന്നത് തന്നെ. നമ്മളുടെ സംസാര രീതി, നമ്മളുടെ ശൈലികള്, നമ്മൾ മുതിർന്നവരോട് കൂടി പെരുമാറുന്നത് എല്ലാം കുഞ്ഞുങ്ങൾ കാണുന്നത് ഫസ്റ്റ് നമ്മളുടെ മാതാപിതാക്കളിൽ നിന്നാണ്. അപ്പോ അത് കഴിഞ്ഞ്, അതായത് ഒരു 3 വയസ്സാവുമ്പോഴാണ് നമ്മൾ സ്കൂളിലോട്ട് ആക്കുന്നത് തന്നെ കുഞ്ഞുങ്ങളെ. ആ 3 വയസ്സ് വരെയുള്ള അല്ലെങ്കിൽ 3.5 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ നമ്മളുടെ വീട്ടിൽ നിന്നാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. അതില് ശുചിത്വം ഉണ്ടാവാം, പെരുമാറ്റ രീതി ഉണ്ടാവാം, പിന്നെ നമ്മൾ സംസാരിക്കുന്നത് നല്ല നല്ല കാര്യങ്ങളായിരിക്കണം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞത്. അല്ലെങ്കിൽ അവർ പുറത്തു പോയും അതേപോലെ നമ്മൾ വീട്ടിൽ കേൾക്കുന്ന പല നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അവർ പുറത്ത് പറയാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ എങ്ങനെയായിരിക്കണം ഒരു മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ അടുത്ത് നന്നായിട്ട് പെരുമാറേണ്ടത്, അതാണ് അവരുടെ ആ ഒരു അടിത്തറയായിട്ട് വരുന്നത്. അങ്ങനെ ആകുമ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോൾ അവർ ടീച്ചേഴ്സിനോടായാലും അവരുടെ ഫ്രണ്ട്സിനോടായാലും അവർ അങ്ങനെ തന്നെ നന്നായിട്ട് ശീലിക്കും. പെരുമാറാനുള്ള ശീലം അവർക്ക് ഉണ്ടാവും. അപ്പൊ പിന്നെ എന്റെ അഭിപ്രായത്തില് വീട്ടിൽ നിന്ന് തന്നെ വേണം ആദ്യമായിട്ട് കുഞ്ഞുങ്ങള് ഇത് പഠിക്കാനെന്നാണ് മിസ്സേ ഞാൻ പറയുന്നത്. ഞാൻ യോജിക്കുന്നില്ല സ്കൂളിൽ നിന്ന് വേണമെന്നുള്ളത്. ഡിബേറ്റ് ആണ്, പ്രതികരിക്കുക. ശരി, ഉണ്ടായിരിക്കാനാണോ ഡിബേറ്റ്? ഗോപിക പറഞ്ഞ ഉണ്ടോ? കേൾക്കുന്നുണ്ടോ സാർ? കേൾക്കാം. എന്റെ അഭിപ്രായത്തില് നമ്മൾ ആദ്യമായിട്ട് നമുക്ക് ഡിസിപ്ലിൻ പഠിക്കുന്നത് കൂടുതലായിട്ടും സ്കൂളിൽ നിന്നാണ്. അതായത് നമ്മള് എല്ലാ ഫാമിലീസും ഒരുപോലെ എന്താ പറയാ കുട്ടികളെ ഡിസിപ്ലിൻ പഠിപ്പിക്കണമെന്നില്ല. അതായത് ഇപ്പൊ പാരന്റ്സ് ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ആ കുട്ടികൾ അവരുടെ വീട്ടില് ഒറ്റയ്ക്കായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ ആരെങ്കിലും നോക്കാനുണ്ടെങ്കിൽ തന്നെ ഒരു കുട്ടി ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അവരുടെ സ്കൂളിലാണ്. അതായത് വീടിനെക്കാട്ടി ഉപരി ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളുകളിലാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ അഭിപ്രായത്തില് ഏറ്റവും കൂടുതൽ അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലാണെന്നാണ്. അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ?
ഞാൻ ലുതിയെ പറഞ്ഞതിനോടൊട്ട് യോജിക്കുന്നില്ല. എൻ്റെ അഭിപ്രായത്തിലും കുട്ടികൾ ഏറ്റവും കൂടുതൽ ഡിസിപ്ലിൻ പഠിക്കുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണെന്നാണ്. കാരണം ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ എന്താ പറയുക, വീട്ടിലെ കുഞ്ഞ് ജനിച്ചു, പിന്നെ വളർന്നു വരുന്ന സമയത്ത് അമ്മയും അച്ഛനും ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ, അവരുടെ ഹാബിറ്റുകൾ, അവർ പെരുമാറുന്ന ആ ഒരു മാനേഴ്സ്, ഇതെല്ലാം വീട്ടിൽ നിന്നാണ് അവർക്ക് വളർന്നു വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള ആ ഒരു ബേസിക് ആ ഒരു ഉള്ളിലുള്ള കാര്യങ്ങൾ ഒന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ടാണ് സ്കൂളിൽ നിന്ന് അവർ ഹെൽപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഒരു ഗ്രൂപ്പായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ വളർത്തിയെടുക്കാനാണ് സ്കൂളിൽ കൂടുതലും അവർ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഒരു കുട്ടി കൂടുതലും കാര്യങ്ങൾ ഡിസിപ്ലിൻ പഠിച്ചെടുക്കുന്നത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ ഗോപിക ചേച്ചിയുടെ ആ ഒരു ആർഗ്യുമെന്റിനോട് യോജിക്കുന്നു. വീടാണെന്നാണ് പറയുന്നത് അല്ലേ? അതെ അതെ അതെ, വീട്ടിൽ നിന്നാണെന്നാണ് എന്റെ അഭിപ്രായം. മിസ്സേ അതെ, ഞാൻ പറഞ്ഞോ. ഇതില് ഒരു ഭൂരിഭാഗം പേരും പറയുന്നത് ഫാമിലി ആണെന്ന് തന്നെയാണ്. എനിക്ക് ഫാമിലി ആണെന്നുള്ള കൺസെപ്റ്റ് ആണ്. പക്ഷെ നമ്മൾ ഡിബേറ്റ് ആയതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ സ്കൂളിൽ നിന്ന് പറഞ്ഞത്. ഡിബേറ്റ് അല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതെനിക്ക് തോന്നി, ലുതിയ പറഞ്ഞപ്പോ എനിക്കത് മനസ്സിലായി. എനിക്ക് തോന്നുന്നു കുടുംബത്തിൽ നിന്നാണ്, പക്ഷെ കുടുംബവും സ്കൂളും രണ്ടും പ്രാധാന്യമുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇമ്പോർട്ടൻസ് ഒരേപോലെ കൊടുക്കില്ലേ? ഏതെങ്കിലും ഒരെണ്ണത്തിന് സപ്പോർട്ട് ചെയ്യണം. ഞാനും കുടുംബത്തിന് തന്നെയാണ് കൊടുക്കുന്നത്. കാരണം കുട്ടിയുടെ ആദ്യ പഠനം എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അവരുടെ സംസാര ശൈലി, പെരുമാറ്റം, പിന്നെ മാന്യമായിട്ട് മറ്റുള്ളവരോട് പെരുമാറാനായിട്ട് അവരെ ശീലിപ്പിക്കുക. പിന്നെ കൂടുതലും കുടുംബത്തിൽ അച്ഛനും അമ്മയൊക്കെ കാണിക്കുന്ന മാതൃകയായിരിക്കുമല്ലോ കുട്ടി കൂടുതലും അനുകരിക്കുന്നത്. അപ്പം അച്ചടക്കത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. മിസ്സേ, നിങ്ങൾ ഇങ്ങനെ ചുരുക്കാതെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയണേ. ചുരുക്കി പറഞ്ഞ പോലെ എന്തുകൊണ്ട് നിങ്ങൾ അതിന് യോജിക്കുന്നു എന്നൊരു വ്യക്തമായ ഒരു കാരണം വേണം. ശ്രുതി ശ്യാം, ശ്രുതി പറയാം. ഞാൻ സ്കൂളിനോടാണ് യോജിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ കുട്ടികളെ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ വീട്ടിൽ പറയുന്നതൊന്നും അവർ അനുസരിക്കത്തില്ല. എനിക്ക് 2 ആൺപിള്ളേരുള്ളത്, ഞാൻ പറയുന്ന ഒരു ഭാഗം അവന്മാർ അനുസരിക്കത്തില്ല. ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും. എന്നാൽ സ്കൂളിൽ ചെല്ലുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ടീച്ചേഴ്സ് പറയുന്നത്. ഏറ്റവും നല്ല രീതിയിൽ അവരെങ്ങനെ കേൾക്കുന്നില്ലടോ. സത്യം പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. സ്കൂളിൽ ഫുഡ് സമയത്ത് കഴിക്കും, നല്ല ക്ലീൻ ആയിട്ട് നീറ്റായിട്ട് കൂട്ടുകാരുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നു. എന്നാൽ ഇതിനെല്ലാം നേരെ തിരിച്ചായിരിക്കും വീട്ടിലെന്ന് പറഞ്ഞാൽ അവരകത്ത് സ്പെൻഡ് ചെയ്യുന്നത് കുറവാണ്. കൂടുതലും വെളിയിലുള്ള കളിയും ഇതുമൊക്കെയാണ്. അതും വെള്ളത്തില് അഴുക്കില്, അതൊക്കെ എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. കൂടുതലും നീറ്റ്നെസ് വരുന്നത് സ്കൂളിൽ ചെല്ലുമ്പോഴാണ്. ഫുഡ് കറക്റ്റായിട്ട് കഴിക്കുക, കറക്റ്റ് സമയത്ത് പഠിക്കുക, കൂട്ടുകാരുമായിട്ട് കളിക്കുക, എല്ലാം ചെയ്യുന്നതും അവരുമായിട്ട് ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്യുന്നത്, നല്ല രീതിയിൽ ചെയ്യുന്നത് സ്കൂളിൽ വെച്ചാണ്. പക്ഷെ വീട്ടില് ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. അതുകൊണ്ട് സ്കൂളാണ് എനിക്ക് കൂടി ഇച്ചിരിയുടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത്. മിസ്, ഞാനൊരു അഭിപ്രായം പറഞ്ഞോട്ടെ മിസ്സേ. ശ്രുതി പറഞ്ഞത്, പക്ഷേ കുട്ടികൾ സ്കൂളിൽ ചെല്ലുമ്പോഴേ അവര് നിയമങ്ങളും ചട്ടങ്ങളുമാണ് പഠിക്കുന്നത്. അതായത് മിസ് പറഞ്ഞു കൊടുക്കാണ്, സ്കൂളില് നമ്മളിപ്പം കൈകെട്ടിയിരിക്കാൻ പറഞ്ഞ കുട്ടികൾ കൈകെട്ടിയിരിക്കും അല്ലേ? അതേപോലെ തന്നെ അവരെടുത്ത് അടങ്ങിയിരിക്കാൻ പറഞ്ഞാൽ അങ്ങനെ അടങ്ങിയിരിക്കും. ലൈനായിട്ട് ടോയ്ലറ്റിൽ പോകാൻ പറഞ്ഞാൽ അവർ ടോയ്ലറ്റിൽ പോകും. യൂണിഫോം നീറ്റായിട്ട് ധരിച്ചിട്ട് വരാണോന്ന് പറഞ്ഞാൽ അവരങ്ങനെ ചെയ്യും. അപ്പൊ നമ്മള് അവിടെ ചട്ടങ്ങളും നിയമങ്ങളുമാണ് സ്കൂളുകളിൽ. അതേസമയം വീട്ടുകളിൽ അങ്ങനെ അല്ല. വീട്ടില് നമ്മളുടെ, അതായത് പേരൻസ് ആണ് എങ്ങനെയാണോ അവരോട് പെരുമാറുന്നത് അതേപോലെ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മളുടെ അടിത്തറ നമുക്ക് വീട്ടിൽ നിന്നായിരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ ചട്ടങ്ങളെയും നിയമങ്ങളെയും തന്നെയല്ലേ നമ്മുടെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്? ആലോചിക്ക്, ആണോ? അല്ല മിസ്സേ, ഈ നമ്മളുടെ വീട്ടിലാകുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെടുത്ത് കൂടുതലും അങ്ങ് പ്രഷർ ചെലുത്തി പറയാറില്ലല്ലോ. നമ്മളുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ എങ്ങനെയായിരിക്കും പെരുമാറുന്നത്? നമ്മളുടെ കുഞ്ഞുങ്ങളോട് ഇപ്പൊ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നതാണ്, സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞ് നമ്മൾ കൈ കഴുകുന്ന രീതി നമ്മൾ ആദ്യം നമ്മൾ പറഞ്ഞു കൊടുക്കും കുഞ്ഞുങ്ങളുടെ അടുത്ത് കൈ കഴുകാൻ. പക്ഷെ അവര് വീട്ടിൽ വരുമ്പോ അത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യും. അത് സ്കൂളിലാണെങ്കിൽ ഒരു പേടിയോടുകൂടിയാണ് അവർ ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. വീട്ടിലെന്ന് പറയുന്നത് അങ്ങനെയല്ല. വീട്ടിലെന്ന് പറയുമ്പോൾ നമ്മളുടെ കൂടെ ഉള്ള സ്നേഹത്തോടെ അങ്ങനെയാണ് അവർ നിൽക്കുന്നത്.
ഇപ്പൊ ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ 2-3 ദിവസമായിട്ട് ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ സ്കൂളിൽ ചെല്ലുമ്പോ എനിക്ക് മനസ്സിലാവുന്നത് ടീച്ചർ ഒരു കമ്പുമായിട്ട് നിന്നാ അവർക്കത് പേടിയാണ്. ഒരു കമ്പ് മതി അവർക്ക് അത് പേടിക്കാൻ. അവരെടുത്ത് മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ അവർ മിണ്ടാതിരിക്കും, അവരെടുത്ത് ലൗഡ്ലി പറയാൻ പറഞ്ഞാൽ പറയും. അങ്ങനെ ഒരു ചട്ടം പോലെ എനിക്ക് തോന്നി. അതാണ് ഞാൻ പറഞ്ഞത്. വീടുകളിൽ നമ്മൾ അങ്ങനെ അത്രയും ഇതായിട്ടല്ലല്ലോ, നമ്മൾ നമ്മളുടെ കുഞ്ഞുങ്ങളെ അത്രയും ലാളിച്ച് നമ്മൾ അതേപോലെ കൊണ്ടുവരല്ലേ ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു പോയിന്റ് പറയട്ടെ, ശരിയാണോ? നിയമങ്ങളും ചട്ടങ്ങളും എന്ന് പറയുന്നത് നമ്മൾ ആ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന കുറച്ച് നല്ല കാര്യങ്ങളും ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോഴ് ഗോപിക പറഞ്ഞതുപോലെ സ്കൂളിലെ ചട്ടങ്ങളൊക്കെ നമ്മൾ അവിടുന്ന് കുട്ടിയെ ഒരു KG-യിലാക്കുമ്പോൾ തന്നെ ആ കുട്ടിയും അവിടെ നിന്ന് അവര് ഫുഡ് കഴിക്കുന്ന രീതികള്, അത് എങ്ങനെ ഒരു മാനേഴ്സ് പഠിക്കുന്നുണ്ട് സ്കൂളിൽ നിന്ന്. എങ്ങനെയാണ് അത് ലൈനായിട്ട് പോകുന്നത്, ഒരു ബാത്റൂമിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, അതൊക്കെ അവര് ചെയ്ത് പഠിക്കുന്നുണ്ട് സ്കൂളിൽ നിന്ന്. അങ്ങനെ സ്കൂളിൽ നിന്ന് ചട്ടങ്ങളും നിയമങ്ങളൊന്നും അങ്ങനെ ഒരിക്കലും പറയരുത്. എന്ന് വെച്ചാൽ അത് നമ്മളൊരു കുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ അവർ പല കുട്ടികളുമായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ സമൂഹത്തിലെ പല സിറ്റുവേഷനിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അപ്പൊ അവരിൽ നിന്ന് പല കാര്യങ്ങൾ അവർ പഠിക്കുന്നുണ്ട്. നമ്മളിപ്പോ സ്കൂളിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ വീടുകളിൽ ആ ഒരു കുടുംബത്തിലുള്ള ആ ഒരു ക്യാരക്ടർ മാത്രമായിരിക്കും അവരിലുള്ളത്. പക്ഷെ സ്കൂളിൽ ചെല്ലുമ്പോൾ പല ക്യാരക്ടറുള്ള കുട്ടികളുമായിട്ട് അവർ ഇടപെടും, ഷെയറിങ് പഠിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ഒരു ഹെൽപ്പിംഗ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ സ്കൂളിൽ നിന്ന് പഠിക്കുന്നതാണ്. അപ്പോഴ് സ്കൂളിൽ നിന്ന് നിയമങ്ങളും ചട്ടങ്ങളും എന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ എന്ന് വെച്ചാൽ നമ്മളിപ്പോ ലൈനപ്പായിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ പിള്ളേരെ ഇങ്ങനെ വെറുതെ നിങ്ങൾ ടോയ്ലറ്റിൽ പോ എന്ന് പറയുമ്പോഴേ പിള്ളേര് കൊച്ചു പിള്ളേരാകുമ്പോൾ അവർ പുഷ് ചെയ്ത് മറ്റുള്ളവരെ തള്ളിയിടും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ആ സ്കൂളിൽ ചെയ്യേണ്ട കുറെ നിയമങ്ങൾ നമ്മൾ അവിടെ പാലിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ അവിടെ നമ്മൾ ആ സ്കൂളിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ വീട്ടിൽ ഫോളോ ചെയ്യും. നമ്മൾ ഇത്ര ടൈമിന് ഫുഡ് കഴിക്കണം, ഇത്ര ടൈമിൽ നമ്മൾ പഠിക്കണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർ വീട്ടിൽ അത് ഫോളോ ചെയ്യുന്ന കുട്ടികളുമുണ്ട്. ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു നിയമവും ചട്ടമായിട്ട് പറയുന്നതിനോട് എനിക്കത് യോജിപ്പില്ല. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഷെയറിങ്ങിന്റെ കാര്യം ശരിയാ, ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവിടുത്തെ റൂൾസ് ആണ് കുട്ടികൾ പഠിക്കുന്നത്. ഇപ്പൊ ലൈനപ്പായിട്ട് പോകുന്നത് എന്ന് പറയുന്നത് അവിടുത്തെ ആ സ്കൂളിന്റെ റൂൾസ് ആണ്. അവര് ഫുഡ് കഴിക്കുന്നത് ടവല് വിരിച്ചിട്ടിട്ട് അവരുടെ ഫുഡ് തുറക്കുന്നതിനും അതിനെല്ലാത്തിനും ഓരോ രീതിയുണ്ട്. അത് കഴിക്കുന്നത് ഒരു ചോറ് പോലും അത് അവരുടെ റൂൾസ് ആണ്. അവിടുത്തെ നമ്മൾ അങ്ങനെ പഠിപ്പിച്ചു വരുവാണ്. ഇതിപ്പോ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവിടുത്തെ റൂൾസ് ആണെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിൽ നിന്നാണ് നമ്മൾ കുറെ കാര്യങ്ങൾ, അതായത് അടിസ്ഥാനം നമ്മുടെ വീട്ടിൽ നിന്നാണ് കൊടുത്തു വിടേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. അത് കഴിഞ്ഞിട്ടല്ലേ അവർ 3-3.5 വയസ്സാകുമ്പോൾ സ്കൂളിലോട്ട് പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. റൂൾസ് ആണ് നമ്മൾ അവിടെ സ്കൂളിൽ പെരുമാറുന്നത്. ഞാൻ പറയട്ടെ, ഇപ്പൊ പറഞ്ഞില്ലേ ഷെയറിങ്ങിന്റെ കാര്യം പറഞ്ഞില്ലേ. അപ്പൊ ഇപ്പൊ ഒരു കുട്ടി ഒരു KG-യിൽ അല്ലെങ്കിൽ ഒരു KG-യിൽ ചെല്ലുമ്പോ ഇപ്പൊ അടുത്തിരിക്കുന്ന കുട്ടിയുടെ കയ്യിൽ ഒരു പേനയില്ല അല്ലെങ്കിൽ ഒരു പെൻസിലില്ല. അപ്പൊ ഈ ചെല്ലുന്ന കുട്ടിക്ക് അത് ഇന്ന് നീ ഒരെണ്ണം എടുത്തോ, എന്റെ 2 എണ്ണം ഉണ്ട്, ഒരെണ്ണം എടുത്തോ എന്ന് പറയാൻ ഒരു മനസ്സ് വരണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം അത് വീട്ടിൽ ഫാമിലിയിൽ തന്നെ പഠിച്ചിട്ടുള്ള ആ ഒരു മൈൻഡ് ആയിരിക്കണം ആ കുട്ടിയുടെ ഉള്ളിൽ ആ ഒരു ഇതുണ്ടെങ്കിൽ, അങ്ങനെ നല്ലൊരു മനസ്സ് കാണിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് കുട്ടി ആ ഒരു ഫൗണ്ടേഷൻ ആ കുട്ടിക്ക് കിട്ടുന്നത് കുടുംബത്തിൽ നിന്ന് തന്നെയാണെന്നാണ് ഞാൻ സ്ട്രോങ് ആയിട്ട് എഗ്രി ചെയ്യുന്നത്. അല്ല, കുടുംബത്തിൽ നിന്ന് ഷെയറിങ് പഠിക്കുന്നില്ല. അല്ല, കുടുംബത്തിലുള്ളവര് ആ ഷെയറിങ് ഇല്ലാത്തവരാണെങ്കിൽ അവര് സ്കൂളിൽ പോയല്ലേ പഠിക്കുന്നത്. ഒരിക്കലും 2 കുട്ടികളുണ്ടെങ്കിൽ ഒരിക്കലും ഷെയറിങ് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജോലിക്ക് പോകുന്ന പാരന്റ്സ് ആണ്. അവര് രാവിലെ ഡ്യൂട്ടിക്ക് പോയിട്ട് വരുന്നത് എപ്പോഴാ? 4 മണിക്ക് 5 മണിക്കായിരിക്കും. അവിടെ അവര് ഷെയറിങ് പഠിക്കുന്നില്ല, അല്ലെങ്കിൽ വേറെ ഒരു കാര്യങ്ങളും പഠിക്കുന്നില്ല. ഫാമിലിയിൽ നിന്നായിരുന്നാൽ പോലും ഒരു 75% സ്കൂളിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളും ഉണ്ട്. എടാ, ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാവരും ജോലിക്ക് പോകുന്ന അമ്മമാരല്ല. ഒരു കുട്ടി മാത്രമായിരിക്കത്തില്ല, 2 കുട്ടികളുണ്ട്. ആ 2 കുട്ടികളുണ്ടെങ്കിൽ അവിടെ എന്തായാലും മസ്റ്റായിട്ട് ഷെയറിങ് പഠിപ്പിച്ചിരിക്കും ഒരമ്മ, തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ആ അമ്മ ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് മക്കൾക്ക് ഒരു മിഠായി കിട്ടിയാൽ അമ്മയ്ക്കും കൂടി തരണം എന്ന്. ഞാൻ എന്റെ മക്കളുടെ അടുത്ത് അങ്ങനെ ആദ്യമേ പറഞ്ഞ് ശീലിച്ചിട്ടുണ്ട്. അതായത് അതാണ് ഒരു ഷെയറിങ്ങിന്റെ ഫസ്റ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഒറ്റയ്ക്ക് കഴിക്കരുത്, അല്ലാതെ നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കണം. അപ്പൊ ആരും ഇല്ലെങ്കിൽ തന്നെ അമ്മയോടായിരിക്കണം അവൻ ആദ്യം ഷെയർ ചെയ്യേണ്ടത്, ഏത് കാര്യങ്ങളായാലും. അതപ്പോ ഷെയറിങ് അവിടെ തുടങ്ങുകയാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുമ്പോൾ തന്നെ പറയും, മക്കൾ സ്കൂളിൽ പോകുമ്പോൾ ഇന്ന് എന്തൊക്കെ നടന്നു എന്നുള്ള കാര്യം വൈകിട്ട് അമ്മയോട് വന്ന് പറയണം.
എന്ന് നമ്മൾ പറഞ്ഞാണ് വിടുന്നത്. അപ്പൊ അവരവിടെ ഷെയർ ചെയ്യുന്നത് ഫുഡിന്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മളോട് സംസാരിക്കുന്നതും അവർ ഷെയർ ചെയ്യാണ് അവിടെ. 2 കുട്ടികൾ തന്നെ വേണമെന്നില്ല. അത് ഇപ്പൊ ശരി അച്ഛനും തന്നെയാണ്. അമ്മയും ഷെയറിംഗ് ഇല്ലാത്ത കുടുംബത്തിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. എല്ലാ പാരന്റ്സും ജോലിക്ക് പോകണമെന്നില്ല. ജോലിക്ക് പോകുന്ന പാരന്റ്സിന്റെ വീട്ടിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഷെയറിങ് അവര് ചിലപ്പോഴും കുട്ടികളുമായിട്ട് തന്നെ അവര് അധികം സംസാരിക്കാറില്ല. അങ്ങനെ ഉള്ള കുറെ കുട്ടികൾ നമുക്ക് അറിയാൻ പറ്റും. അവർ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും. അവർ കൊണ്ടുവരുന്ന സ്നാക്സും ലഞ്ചും കാണുമ്പോഴേ തന്നെ നമുക്കറിയാം ഇത് എന്താണ് ഒരു ജോലിക്ക് പോകുന്ന വീട്ടിൽ നിന്നാണ് കൊടുത്തു വിടുന്നത് എന്നുള്ളത്. അപ്പൊ അത് തമ്മിൽ ഷെയറിങ് ഇല്ലാത്തെന്ന് വെച്ചാൽ ജോലിക്ക് പോകുന്നവർ വരുന്നത് 4 മണിക്ക് വന്ന പിള്ളേരുടെ കാര്യം അവർക്ക് നോക്കാൻ സമയമില്ല. അവര് വന്നിട്ട് അവരുടേതായ ഡ്യൂട്ടി, കുട്ടി പോയിരുന്നു പഠിക്കും, അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും അവർക്ക് ട്യൂഷൻ കൊടുക്കും, അത് കഴിഞ്ഞ് അവർ ഉറങ്ങും. പിറ്റേന്ന് രാവിലെ അവരെ ഒരുക്കി ചിലപ്പോൾ ആന്റിമാരായിരിക്കും എന്തെങ്കിലും ചെയ്ത് കുട്ടിയെ കൊടുത്തു വിടുന്നത്. അപ്പൊ അവർക്ക് എന്താണ് പാരന്റ്സുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് കാണില്ല. അവരപ്പം നേരെ എന്താണ് സ്കൂളിൽ വരുമ്പോഴത്തേക്ക് അവര് ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്നത് ടീച്ചറിനോടായിരിക്കും, മിസ്സിനോടായിരിക്കും അവർ പറയുന്നത്. നമ്മൾ കുറച്ച് സ്നേഹം എന്താണ് അവിടുത്തെ ചോദിക്കുമ്പോഴ് മിസ് എങ്ങനെയാണ് എന്താണ് ഇതൊക്കെ കാര്യങ്ങൾ മിസ്സിനോട് ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെ അറിയാം നമുക്ക്. എന്ന് വെച്ചാൽ കുഞ്ഞു കുട്ടികളാകുമ്പോൾ അവരുടെ മനസ്സിൽ എന്താണ് ഓപ്പണിംഗ് ആയിട്ട് അവരെല്ലാം പറയുന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ള ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഒന്ന് നോക്കുമ്പോൾ സ്കൂളിൽ നിന്നുള്ള ആ മിസ് അവർക്കൊരു പാരന്റ് ആയിട്ട് അവരെ കാണാം. സെക്കൻഡ് ഒരു ഇതില് ഞാൻ പറയുന്നതാണ്, ഞാൻ പറയട്ടെ. അതായത് നമ്മൾ എല്ലാ ഫാമിലീസും ഒരുപോലെയല്ല. ഇപ്പൊ നിങ്ങൾ പറയുന്നു ചില ഫാമിലീസിൽ, അതായത് ഒട്ടുമിക്ക ഫാമിലീസിലും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ഭൂരിപക്ഷം കുറെ ഫാമിലീസ് നമ്മൾ പറയാറില്ലേ, ഫാമിലിയിൽ നിന്ന് നമുക്ക് ഒന്നും കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരിക്കും. അതായത് വല്ല ഡിവോഴ്സ് കേസ് അങ്ങനത്തെ ഓരോ കേസുകളൊക്കെ ഉണ്ടാകുമ്പം അവർ തമ്മിലൊരു സ്നേഹമില്ല. അപ്പൊ മക്കളുടെ ഇടയിലും അവർക്ക് ഒരു വേർതിരിവ് അവരുടെ ആ മക്കളുടെ മനസ്സിലും ഉണ്ടായിരിക്കും. അതായത് ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്, അവർക്ക് ഒന്നിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, ഒന്നും അവർ പഠിക്കുന്നില്ല. ആ മക്കളെ പഠിക്കുന്നത് സ്കൂളിൽ നിന്നാണ്. കാരണം ടീച്ചർമാരെ നമ്മളെ, അതായത് ഇപ്പം റൂൾസ് ഉണ്ടെങ്കിലും, ഒരു സ്കൂളിലെ റൂൾസ് ഉണ്ടെങ്കിലും ടീച്ചേഴ്സ് നല്ല സോഫ്റ്റ് ആയ രീതിയിൽ അവരുടേതായ രീതിയിൽ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ അതുമായിട്ടൊന്ന് മിംഗ്ലിംഗ് ആവും. അതേ പെട്ടെന്ന് അവർ അനുസരിക്കുക അങ്ങോട്ടും കൂടുതലേ അവർ ഇഷ്ടപ്പെടും ടീച്ചേഴ്സിനെ. നമ്മൾ എന്തൊരാവശ്യം ടീച്ചേഴ്സിനോട് പറയാനൊക്കെ കുട്ടികൾ കൂടുതലും താല്പര്യം കാണിക്കും. ഇപ്പൊ നമ്മൾ അമ്മമാർ തന്നെ പറയാറില്ലേ, അവരൊക്കെ സ്കൂളിൽ പോയാലേ പഠിക്കുള്ളൂ. ഇപ്പൊ വികൃതിയുള്ള പിള്ളേരാണെങ്കിലും സ്കൂളിൽ പോയാൽ അവരൊക്കെ പഠിക്കും. അതായത് കുറെ കുട്ടികളെ കാണുമ്പം അവർ ഒരുമിച്ച് നിൽക്കുകയും ഒരുമിച്ച് കളിക്കുക, ഒരുപാട് ഷെയറിംഗ് മെന്റാലിറ്റി, അതുപോലെ പരസ്പരം ഹെൽപ്പ് ചെയ്യുക, അതുപോലെ ഓരോ കാര്യങ്ങൾ പഠിക്കുക. കൂടുതൽ പഠിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് സ്കൂളാണെന്നാണ് എന്റെ അഭിപ്രായം. ഞാനൊന്നൊരു പോയിന്റ് പറയട്ടെ, ശരിയാണെന്ന് പറയാം. ഇപ്പൊ വീട്ടിലിപ്പോ ഒരു മോശം ബിഹേവിയർ ഉള്ള ഒരു കുട്ടി, വീട്ടിൽ അത്യാവശ്യം മോശമാണ്, ഒന്നും പറഞ്ഞനുസരിക്കില്ല, ഒന്നും ചെയ്യില്ല. പക്ഷെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ആള് ഈ ഒരു സ്വഭാവമല്ല, ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഓക്കെ, അതേപോലെ തന്നെ നേരെ തിരിച്ചും പറയാം, വീട്ടിൽ നല്ല കുട്ടിയാണ് പക്ഷെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നേരെ മോശം ബിഹേവിയർ ആണ് കാണിക്കുന്നത്. അപ്പോ അവിടെ ടീച്ചേഴ്സിന് എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടാവും? സ്കൂളിൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ടീച്ചേഴ്സിനാണ് ഈ പറയുന്നത്. കാണിക്കുന്നത് പേടി കൊണ്ടായിരിക്കാം, ഒരു റീസൺ പേടിയായിരിക്കാം. വീട്ടില് ഇതുപോലെ കാണിച്ചിട്ട് എന്താണ് ഭയങ്കര കുരുത്തക്കേട് എന്തെങ്കിലും കാണിച്ചിട്ട് വീട്ടില് സൈലന്റ് ആവുന്നത് ചിലപ്പോ മിസ്സിനെ അല്ലെങ്കിൽ അവിടുത്തെ നേരത്തെ ഗോപിക പറഞ്ഞതുപോലെ അവിടുത്തെ റൂൾസ് ഒക്കെ ആയിരിക്കാം കുട്ടീനെ പേടി, ആ ഒരു പേടി നിന്നെന്ന് വെച്ചാൽ ആ ഒരു മറ്റുള്ള കുട്ടികൾ കാണിക്കുന്നത് പോലെ ആ നിയമങ്ങൾ ഫോളോ ചെയ്ത് ആ കുട്ടി സ്കൂളിലോട്ട് വരുന്നത്. അല്ലാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോഴ് മിസ്സിനോടുള്ള ഒരു ഇഷ്ട കൂടുതലാവാം. എന്ന് വെച്ചാൽ മിസ് അതുപോലെ കെയർ ചെയ്യുമ്പോഴാ മിസ് പറയുന്നത് പോലെ മറ്റുള്ള കുട്ടികൾ ബിഹേവ് ചെയ്യുന്നത് പോലെ എനിക്ക് സ്കൂളിൽ ഇരിക്കാം എന്നുള്ള ഒരു ഇതിൽ വരുന്ന കുട്ടികൾ കാണും. എന്നാൽ റൂൾസ് എന്ന് വെച്ചാൽ സാധാരണ നമ്മളിപ്പോ CBSEയും സ്റ്റേറ്റ് ഗവൺമെന്റ് സ്കൂളും അപേക്ഷിച്ച് നോക്കുമ്പോഴ് ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികളാണെങ്കിൽ അവരെ ഒരു അച്ചടക്കമില്ലാത്തൊരു രീതി, ഞാൻ അങ്ങനെ ഗവൺമെന്റ് സ്കൂളിനെ താഴ്ത്തി കെട്ടുന്നതല്ല മീൻസ്, എന്നുവെച്ചാൽ ഒരു KGയിലാകുമ്പോഴത്തന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് KG മുതൽ ഉണ്ടെങ്കിൽ തന്നെ അവര് എന്താണ് ഈ ബെല്ലടിക്കുന്ന സമയത്ത് എന്താണ് സ്നാക്സ് ടൈം ആയിരുന്നാലും ലഞ്ച് ടൈം ആയിരുന്നാലും പിള്ളേർ ഓടിപ്പോകുന്ന പിള്ളേരുണ്ട്, ഓടി വന്ന് വീഴുന്ന പിള്ളേരുണ്ട്. അങ്ങനെ ഭയങ്കര ഒരു ഇഷ്യൂ ഉണ്ട്. അതേസമയം CBSE സ്കൂളിലാണെങ്കിൽ അവർ അതുപോലെ കെയർ ചെയ്ത് കൊണ്ടുവന്നു പിള്ളേരെ, എന്താണ് അവര് വീഴാതെ അങ്ങനെ എന്താണ് പാരന്റ്സ് വീട്ടിൽ കൊടുക്കുന്ന അതേ കെയർ തന്നെയാണ്
ആ സ്കൂളിൽ കൊണ്ടുപോകുന്നത്. അപ്പൊ മിസ് പറഞ്ഞ പോലെ വീട്ടില് ഇതുപോലെ എന്തെങ്കിലും മോശ സ്വഭാവം കാണിക്കുന്ന കുട്ടി സ്കൂളിൽ വരുമ്പോഴ നല്ലതുപോലെ പെരുമാറുന്നത് ചിലപ്പോൾ ആ സ്കൂളിലെ അന്തരീക്ഷം ആ കുട്ടിക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കും. അവിടെ ആന്റിമാര് എന്ന് വെച്ചാൽ ഒരു ആന്റി കാണുമല്ലോ ആ സെക്ഷനിൽ, ആന്റിമാരിൽ നിന്ന് കിട്ടുന്ന സ്നേഹം അല്ലെങ്കിൽ മിസ് കാണിക്കുന്ന സ്നേഹം, ഇതെല്ലാം ആ കുട്ടിയെ മറ്റുള്ള കുട്ടികളുമായിട്ട് നല്ല സ്വഭാവത്തിലോ മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ആ ഒരു എൻവയോൺമെന്റ് അവിടെ കിട്ടുന്നത് കൊണ്ടായിരിക്കും സ്കൂളിൽ വരുമ്പോ നല്ല ക്യാരക്ടർ കാണിക്കുന്നത്. CBSE സ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ, അതായത് പിള്ളേര് പൈസ കൊടുത്തിട്ടല്ലേ പഠിക്കുന്ന CBSE സ്കൂളിലെ ഭൂരിഭാഗവും. അപ്പം ആ ഒരു ഇതില് പിള്ളേരെ നോക്കാന്നുള്ളത് ടീച്ചേഴ്സിന്റെ കടമയായിട്ടുള്ള ടീച്ചേഴ്സ് അങ്ങനെ എടുക്കുന്ന ടീച്ചർമാരും ഉണ്ട്. പൈസ കൊടുത്ത് പഠിക്കുന്നതുകൊണ്ട് കുട്ടികൾ ഇനി നമ്മുടെ ഒരു തെറ്റുകൊണ്ട് മാറിപ്പോവരുതെന്ന് വിചാരിക്കുന്നവരും ഉണ്ട്. പക്ഷെ ഗവൺമെന്റ് സ്കൂൾ അത്രയും കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ എന്നെന്ന് പറഞ്ഞാൽ CBSE സ്കൂളിലാണേലും ഇപ്പം കുറെ അവർക്ക് പഠിക്കാൻ കൊടുക്കുന്നു, എന്നിട്ട് വീട്ടിൽ പേരൻസിന് മെസ്സേജ് ഇടും, നാളെ വരുമ്പോ ഇന്നത് പരീക്ഷയുണ്ട്, ഇത്രയും പഠിപ്പിച്ച് കിട്ടുമെന്നും പറഞ്ഞു. അത് ആരാണ് അർച്ചന? അതൊരിക്കലും അല്ല. എന്ന് വെച്ചാൽ CBSE സ്കൂളിൽ ഒരുപാട് പഠിക്കും. ഞാൻ വർക്ക് ചെയ്തപ്പോഴ് 4 വർഷം ഞാൻ വർക്ക് ചെയ്തു, കൊച്ചു കുട്ടികളെയാ പഠിപ്പിച്ചത്. അപ്പോഴും ആ സമയത്ത് നമ്മൾ ഒന്നും അറിയാതെ വരുന്ന ഒരു കുഞ്ഞു സ്ട്രെങ്ത് എന്ന് വെച്ചാൽ 25 പേരിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴും ഈ അഡ്മിഷൻ പിന്നീട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ സ്ട്രെങ്ത് എന്താണ്, ചിലപ്പോൾ 30 ആകാം. പക്ഷെ ഈ 30 കുട്ടികളില് 5 കുട്ടികള് ചിലപ്പോൾ പെൻസിൽ പോലും പിടിക്കാൻ അറിയാത്ത കുട്ടികൾ അവിടെ വരുന്നുണ്ട്. പെൻസിൽ പോലും പിടിക്കാൻ എന്ന് വെച്ചാൽ പ്ലേ ക്ലാസ്സിൽ ഇരിക്കാതെ KG-യിലോട്ട് വരുന്ന കുട്ടികളുണ്ട്. ഈ കുട്ടികളെ നമ്മൾ ആ ഫിംഗർ ഡെവലപ്മെന്റ് കൊടുത്ത ആ പെൻസിൽ എങ്ങനെയാ പിടിക്കുന്നത് എന്ന് നമ്മൾ അവരെ പഠിപ്പിച്ചിട്ടാണ് നമ്മൾ ഒരു പേജ് മാത്രമേ ഹോംവർക്ക് കൊടുക്കാറുള്ളൂ. എന്ന് വെച്ചാൽ അതൊക്കെ അവരിപ്പോ ലെറ്റർ പഠിക്കുന്നെങ്കിൽ അവർ ഫുള്ള് പഠിച്ചിട്ട് അവർ വീട്ടിൽ പോയി പാരന്റ്സിന്റെ ഹെൽപ്പ് ഇല്ലാതെ അവരെ നമ്മൾ അവിടെ പഠിപ്പിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഓവർ കൊടുക്കുന്നത് എനിക്ക് അതിനെ കുറിച്ച് അറിഞ്ഞൂടെ. പല സ്കൂളുകളിലും പല രീതികളാണ്. അതുകൊണ്ട് ഒരു പേജ് കൊടുക്കുള്ളൂ. അവര് എന്ന് വെച്ചാൽ ആ പാരന്റ്സ് തന്നെ നമ്മളോട് പറയും, മിസ്സേ മോനെ എഴുതുന്ന, അവർ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, മിസ് പറഞ്ഞില്ലേ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മഹാ കുസൃതിയും, സ്കൂളിൽ ചെന്ന് കഴിയുമ്പോ നല്ല കുട്ടിയായിട്ടുള്ള ആ ഒരു ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സേഫ് സോണാണ് കുട്ടിക്ക്. നമ്മുടെ അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ നമ്മുടെ അപ്പൂപ്പൻ, അമ്മൂമ്മ എല്ലാരും വരുന്ന ഒരു സേഫ് സോണാണ്. അപ്പോൾ അവിടെ നിന്ന് പഠിക്കുകയാണ്. പുറത്ത് ഒരു ഗ്രൂപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നീ എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് നമ്മുടെ എല്ലാവരും ആണ് എന്നുള്ളൊരു മനസ്സിലൊരു കാര്യം വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകുമ്പോൾ എങ്ങനെ പെരുമാറണം എന്നുള്ളൊരു ഇതും വരുന്നത് വീട്ടിൽ നിന്ന് തന്നെ വളർത്തിയെടുക്കുന്നതിന്റെ ഒരു രീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊരു പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വീട്ടിൽ സേഫ് ആണ്, പുറത്തു പോയാലും ഒരു ഗ്രൂപ്പിലാണ് ഞാൻ പോകുന്നത്. അപ്പൊ ഞാൻ എങ്ങനെ അവരുടെ മുമ്പിൽ ഞാൻ എങ്ങനെയായിരിക്കണം, അപ്പൊ നല്ല രീതിയിൽ നിൽക്കാനുള്ള ആ ഒരു ഇത് കൊടുക്കുന്നതും വീട്ടിൽ നിന്ന് തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം. ഞാനൊരു അഭിപ്രായം പറഞ്ഞോട്ടെ മിസ്സേ. അല്ല, ഇപ്പൊ മേരി പറഞ്ഞില്ലേ സ്കൂളിൽ ചെല്ലുമ്പോ ഇപ്പൊ CBSE സ്കൂളിന്റെ കാര്യം പറഞ്ഞു, ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ല, അവർ ഓടി വീഴുന്നു, അതൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഈ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അപ്പൊ എങ്ങനെയായിരിക്കും? അവരപ്പോ വീട്ടിൽ നിന്നായിരിക്കത്തില്ല ഇതെല്ലാം പഠിക്കുന്നത്. അപ്പൊ ഗവൺമെന്റ് സ്കൂളിൽ ഇതൊന്നും കിട്ടുന്നില്ല എങ്കിൽ അതെന്റെ ഒരു സംശയമാണ്. മറ്റു CBSE ICSE ആണെങ്കിൽ തന്നെയല്ലേ അവരെ ടീച്ചർമാർ അത്രയ്ക്കും കെയർ ചെയ്തത്. ഞാനിപ്പോ ഒരു ഗവൺമെന്റ് സ്കൂളിലാണ് ട്രെയിനി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കൊല്ലത്ത് തന്നെ വള്ളിക്കീട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളില് UKG-യിലാണ് ഇപ്പൊ ഞാൻ. അപ്പോ ഞാനിപ്പോ ആ ക്ലാസ്സിൽ ഇരിക്കുമ്പോ അവർക്കെന്ന് പറഞ്ഞാൽ ഒരായ ഉണ്ട് കൂടെ. അവിടെ 22 കുട്ടികളാണുള്ളത്. ആ 22 കുട്ടികളും ഇതേപോലെ തന്നെയാണ്, ലൈനായിട്ടാണ് ടോയ്ലറ്റിൽ പോകുന്നത്. അവരെ എല്ലാം പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അവർ കൈ കഴുകിയിട്ട് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ കൈ കഴുകണം, കൈ കഴുകി വന്നു കഴിഞ്ഞാൽ അവരുടെ സ്നാക്സ് കഴിക്കുക, സ്നാക്സ് കഴിച്ചു കഴിഞ്ഞാൽ ലഞ്ചിന്റെ ടൈം ആകുമ്പോൾ വീണ്ടും പോവാം. അപ്പൊ അതും ഗവൺമെന്റ് സ്കൂളിലും ഞാനിപ്പോ പോകുന്ന ആ സ്കൂളിലും ഉണ്ട്. പക്ഷെ സാധാരണ എല്ലാ സ്കൂളുകളിലും ഉണ്ടാവണോ എന്നും ഇല്ല. പക്ഷെ അങ്ങനെയുള്ള കുട്ടികൾ അപ്പൊ എന്തായിരിക്കും, വീട്ടിൽ നിന്നല്ലേ ഇതെല്ലാം പഠിക്കേണ്ടത്? അതാണ് ഞാനൊരു സംശയമായിട്ട് ചോദിച്ചത്. നേരത്തെ പറഞ്ഞില്ലേ CBSE ആയാലും ICSE ആയാലും അവിടെ ടീച്ചേഴ്സ്മാരായിരിക്കും എല്ലാം അവർക്ക് നല്ല കെയർ കൊടുക്കുന്നതും അങ്ങനെയാണെന്ന്. അപ്പം ഓടുമ്പോഴായാലും എല്ലാം നല്ല രീതിയിലാണെന്ന്. പക്ഷെ അപ്പൊ ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾ ഓടുമ്പോൾ വീഴുന്നുണ്ടോന്നും പറഞ്ഞു. അപ്പൊ അവർക്ക് മക്കളുടെ അടുത്ത് കാര്യം പറഞ്ഞു കൊടുക്കാൻ വീട്ടിലെ അമ്മയോ അച്ഛനോ ആയിരിക്കണ്ടേ അത് പറഞ്ഞു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അമ്മൂമ്മയോ അപ്പൂപ്പനോ ആയിരിക്കണ്ടേ?
പക്ഷേ എന്താണെങ്കിലും വീട്ടിൽ നിന്ന് പഠിച്ച കാര്യം സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്യാനായിട്ട് അവർക്ക് ഒരിക്കലും പറ്റില്ല. കാരണം വീട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നല്ലത് പഠിച്ചിട്ട് വന്നാൽ അതിനെ റീപ്ലേസ് ചെയ്യാൻ അവർക്ക് പറ്റില്ല. അതിനെ ബിൽഡ് ചെയ്തെടുക്കാൻ എന്തായാലും സ്കൂളിൽ പറ്റുള്ളൂ. സ്കൂൾ ഒന്നും അല്ലാണ്ടാക്കി കളയാനായിട്ടാ പറഞ്ഞേ ഇല്ല നല്ല സ്കൂളൊന്നും അല്ലാണ്ടാക്കിയതല്ല, ഞാൻ പറഞ്ഞല്ലോ സ്കൂളിൽ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. ഡിബേറ്റ് ആണ് സീരിയസ് ആയിട്ട് എടുക്കുന്നത്. നിങ്ങളിപ്പോ സംസാരിച്ചോണ്ടിരിക്കുന്നതേ നിങ്ങളിപ്പോ സംസാരിക്കുന്നത് ടീച്ചേഴ്സ് എന്നുള്ളതൊക്കെ വിട്ട് നിങ്ങളിപ്പോ നല്ല അമ്മമാരായിട്ടാണ് സംസാരിക്കുന്നത്, ടീച്ചർമാരല്ല. അമ്മമാരെങ്ങനെയാണോ അതാണ് ഇപ്പൊ സംസാരിക്കുന്നത്. നിങ്ങളൊരു ടീച്ചറാണോ പോകുന്നു എന്നുള്ളൊരു ചിന്തയൊക്കെ മാറി അതിൽ നിന്നൊക്കെ ടോപ്പിക്കിൽ നിന്നൊക്കെ വിട്ടുപോകുന്നുണ്ട്. ഓക്കെ, യെസ്. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ കുട്ടികള് ഇപ്പൊ എല്ലാവരും ക്ലാസ്സിൽ കയറിയത് നിങ്ങളിപ്പോ ഒരു സ്കൂളിലേക്ക് വിട്ടിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ കുഞ്ഞുങ്ങളെ, അല്ലെ? രാവിലെ വിട്ടിട്ട് വൈകിട്ട് അവർ വരുള്ളൂ. ആ ഒരു സമയം വരെ കുഞ്ഞുങ്ങൾ അവിടെയാണ്. ഓക്കെ, ആ അത്രയും മണിക്കൂറുകൾ കുട്ടികൾക്ക് അവിടെ നിന്ന് ഒന്നും ലഭിക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഡിസിപ്ലിന്റെ ഭാഗമായിട്ടൊന്നും ലഭിക്കുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മളിപ്പോഴും സമാധാനത്തോടെ വീട്ടിലിരിക്കുന്നത് ടീച്ചേഴ്സ് കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്, അല്ലെ? അവിടെ നിന്ന് അവർ സുരക്ഷിതമാണ്, സേഫ് സോണും കൂടിയാണ് അവിടെ. സ്കൂളും വീടും സേഫ് സോൺ തന്നെയാണ്. പക്ഷെ കുറെ സമയം നമ്മളെക്കാൾ കൂടുതലുള്ള സമയം അവരെവിടെയാണ് ചെലവഴിക്കുന്നത്? സ്കൂളിലാണ്. അപ്പൊ പിന്നെ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഇപ്പൊ 3 വയസ്സിൽ അവൻ ജോയിൻ ചെയ്തെന്ന് വിചാരിക്കാം. 3 വയസ്സ് തുടങ്ങി, അല്ലെ? പ്രീ കെ ജി തുടങ്ങി പിന്നെ ഒരു 15 വയസ്സ് 10ാം ക്ലാസ് വരെയുള്ള സമയം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ ഒരു ഓൾ ടൈം ആ ഒരു കംപ്ലീറ്റ് സമയവും സ്കൂളാണ് അവരുടെ, അല്ലെ? അവരുടെ ഒരു ഡിസിപ്ലിൻ അവരിൽ അച്ചടക്കത്തിന്റെ ഒരു ഭൂരിഭാഗവും ലഭിക്കുന്നത് ആ സ്കൂൾ ഫൗണ്ടേഷൻസിൽ നിന്നാണ്, സ്കൂൾ സെറ്റിംഗ്സിൽ നിന്നാണ് കുട്ടികൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, വീട് ഒരു കോർണർ മാത്രമാണ്, അല്ലെ? കുറച്ച് കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ വീട്ടിൽ അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ സ്കൂളിൽ നിന്നാണ് പഠിക്കുന്നത്, അല്ലെ? നമുക്കൊരു പരിധി ഉണ്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണേന്. അതിൽ കൂടുതൽ ഐഡിയാസും നോളജ് ഒക്കെ ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഡിസിപ്ലിൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന എന്ത് കാര്യങ്ങളാണെങ്കിലും കുട്ടികൾക്ക് ലഭിക്കുന്നത് ഒരു സ്കൂൾ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെയാണ്. ഇതിനോട് ആരെങ്കിലും യോജിക്കുന്നുണ്ടോ? ഞാൻ യോജിക്കുന്നുണ്ട് മിസ്സേ. കാരണം എന്റെ മോനെ ഒരു 2.5 വയസ്സായപ്പം പ്ലേ സ്കൂൾ വിട്ടു തുടങ്ങിയതാ. അവൻ നമ്മള് വീട്ടിലിരിക്കുമ്പോ നമ്മള് ചോറ് കൊടുക്കണം, നമ്മൾ എടുത്തുകൊണ്ട് കിടന്ന് പറമ്പിനീളെ ചോറ് കിടക്കണം. അവൻ സ്കൂളിൽ ചെന്ന് ഒരു 2 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ സ്വന്തം ഡപ്പ തുറന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി. അത് നല്ല നീറ്റായിട്ട് ടവലൊക്കെ വിരിച്ച് അതുപോണക്ക് തന്നെ ഫുഡ് കഴിച്ചിട്ട് കൈ നന്നായിട്ട് കഴുകി ആ ഡപ്പ അതുപോണക്ക് ക്ലോസ് ചെയ്ത് അവന്റെ ബാഗിൽ തന്നെ ഇതാണ് അവന്റെ ബാഗ് എന്നറിഞ്ഞ് അവൻ സ്വന്തമായിട്ട് അത് കൊണ്ടുവെക്കാനുള്ള ഒരു പക്വത 2.5 വയസ്സിൽ അവൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സ്റ്റാർട്ടിങ് സ്കൂളിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ യോജിക്കുന്നു. വീട് ഒരു തുടക്കമാണ്. വികസനം മൊത്തം നടക്കുന്നത് സ്കൂളിൽ നിന്നായിരിക്കും മിസ്സേ. നല്ലൊരു വ്യക്തിയാക്കി മാറ്റുക എന്നുള്ളത് സ്കൂളിന്റെ ഒരു വീട് ഒരു തുടക്കം മാത്രമായിരിക്കും, പക്ഷെ സ്കൂളിൽ നിന്നായിരിക്കും ബാക്കി വികസനം മൊത്തം നമ്മുടെ ഉണ്ടാകുന്നത്. 15 വയസ്സ് വരെയുള്ള നമ്മുടെ സമയം നമ്മുടെ ലൈഫിലെ ഏറ്റവും നല്ലൊരു മൊമെന്റ്സ് ആണ് ആ ഒരു സമയം എന്ന് പറയുന്നത്. 3 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള സമയത്ത് ഒരുപാട് ബിഹേവിയറൽ ആയിട്ട് ചേഞ്ചസ് നമുക്ക് സംഭവിക്കുന്നുണ്ട്. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ അധ്യാപകർ തന്നെയാണ്. ഓക്കെ, 15 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു 10ാം ക്ലാസ് കാലഘട്ടം വരെ. ഓക്കെ, അവിടെ നിന്നാണ്, അതാണ് നമ്മുടെ സ്കൂൾ ടൈം എന്ന് പറയുന്നത്. അത് ഒരിക്കലും ലഭിക്കാത്ത കുറെ കാര്യങ്ങൾ ലഭിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കുറെ കാര്യങ്ങൾ അറ്റൈൻ ചെയ്യുന്ന ഒരു സമയമാണ്, കാലഘട്ടമാണ്. അവിടെ നിന്ന് നമ്മുടെ സ്വഭാവത്തിന് ഏറ്റവും അടിത്തറയും കിട്ടുന്നതും അവിടെ നിന്ന് തന്നെയാണ്. അവിടെ നിന്ന് കിട്ടുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ നമ്മൾ അത് വലുതാക്കി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഓക്കെ, പലർക്കും ആ ഒരു രീതിയിൽ അനുഭവപ്പെടുന്നവരുണ്ട്. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പൊ വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒരു കുഞ്ഞിന് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ അധ്യാപകർ നല്ല രീതിയിൽ നോക്കും, വേണ്ട ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യും, അവനെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നു, അവനെ ഏറ്റവും നല്ല ഉന്നത പദവിയിലേക്ക് എത്തിച്ചേർക്കാനായിട്ട് അധ്യാപകർക്ക് സാധിക്കും, ഇല്ലേ? അതേപോലെ തന്നെ ഏറ്റവും മോശമായിട്ട് എടുക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പോലും, അല്ലെ, ഏറ്റവും പഠിക്കുന്നില്ല, ഭയങ്കര മോശമായിട്ട് എടുക്കുന്ന ആ ഒരു ക്യാരക്ടറിനെ മോഡിഫൈ ചെയ്യാനായിട്ടും നല്ല നിലയിൽ എത്തിക്കാനായിട്ട് അധ്യാപകർക്ക് സാധിക്കാറില്ലേ? സ്കൂൾ സെറ്റിംഗ്സിൽ അത് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇല്ലാന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരുപാട് നല്ല ഒരു കാര്യം പറഞ്ഞോട്ടെ മിസ്, നമ്മളുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ ഡിസിപ്ലിൻ വീട്ടിൽ നിന്നാണോ സ്കൂളിൽ നിന്നാണോ എന്നല്ലേ? അപ്പൊ നമ്മൾ വീട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്, അതാണ് പറഞ്ഞത്. ഒരിക്കലും സ്കൂളിനെ കുറ്റം പറഞ്ഞതല്ല. സ്കൂളിൽ ടീച്ചേഴ്സ് ആണ്, അവർക്ക് കുറെ കാര്യങ്ങൾ, അതായത് ഇപ്പം നോളജ് ആയാലും എല്ലാ കാര്യങ്ങളും കൊടുക്കുന്ന സ്കൂളിലെ ടീച്ചേഴ്സ് ആണ്, സ്കൂളാണ്. പക്ഷെ തുടങ്ങുന്നത് വീട്ടിൽ നിന്നാണെന്നാണ് മിസ്സേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഓക്കെ, അത് അങ്ങനെ വേണം. ഒരാൾ സ്കൂളിനെ ഒരാൾ ഫാമിലിനെ സപ്പോർട്ട് ചെയ്തേ മതി. അതാണ് ഡിബേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു ടോപ്പിക് തന്നിരിക്കുന്നത്. ഓക്കെ, ഗോപിക പൂർണ്ണമായും വിശ്വസിക്കുന്നത് ഫാമിലിയാണ് ഡിസിപ്ലിന്റെ മെയിൻ. അതായത് മിസ്സെ തുടങ്ങുന്നത് ഫാമിലിയിൽ നിന്നാണ്. ഒരു കുഞ്ഞിന്റെ ഡിസിപ്ലിൻ തുടങ്ങുന്നത് ഫാമിലിയിൽ നിന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നീടുള്ള കുഞ്ഞിന്റെ വളർന്നു വരുന്ന ഡിസിപ്ലിൻ എല്ലാം ചിലപ്പോൾ നമുക്ക് സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് ആയിരിക്കും കൊടുക്കുന്നത്. അത് പല പല കാര്യങ്ങളായിരിക്കും പിന്നീടുള്ളത്. പക്ഷെ തുടക്കം നമ്മുടെ ഫാമിലി എന്നാണ് ഞാൻ പറയുന്നത് മിസ്സെ. അപ്പോ ഇപ്പൊ നമ്മുടെ ഈ ഡിബേറ്റില് കഴിഞ്ഞോ? നിങ്ങൾക്ക് ആരെങ്കിലും സംസാരിക്കാനുണ്ടോ? സാധാരണ ക്ലാസ്സിൽ ഡിബേറ്റ്സ് ഒക്കെ വെച്ചാൽ നമ്മൾ പറഞ്ഞ സമയപരിധിയുടെ അപ്പുറത്തും കടന്നു പോകാറുണ്ട്. അരമണിക്കൂറിനുള്ളിൽ ഒരു കൺക്ലൂഷൻ ഇതുവരെ വരാറില്ല കേട്ടോ. അത് പറയുന്നതിന്റെ ഇതായിരിക്കും, പറഞ്ഞു പോകുന്നതിനനുസരിച്ചിട്ട് ചിലപ്പോൾ ചിലതിൽ വഴക്കുകൾ ഉണ്ടാകുന്ന ക്ലാസ്സിൽ നിങ്ങളോട് ഞാൻ ആദ്യമേ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണെന്നറിയില്ല. ചിലതിൽ ഭയങ്കര വഴക്കൊക്കെ ഇതുവരെ സംഭവിച്ചിട്ടുണ്ട്. MT6 എടുത്തപ്പോഴാണ് MT6 പിള്ളേര് ഭയങ്കര പ്രശ്നങ്ങളാണ്. പറഞ്ഞോ. ഞങ്ങള് അല്ലെങ്കിലും ഭയങ്കര ഒത്തൊരുമ. ഞങ്ങൾ അങ്ങനെ തല്ലൂടാറൊന്നുമില്ല. അതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ അഭിപ്രായങ്ങൾ തന്നെ എല്ലാത്തിനും. ഞാൻ എന്താണെന്ന് എങ്ങനെ ചോദിച്ചിട്ട് അവിടെ നിന്ന് ഇവിടത്തൊക്കെ സിങ്ക് ചെയ്താണ് ആൻസർ എഴുതുന്നത്. അപ്പൊ ഡിബേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ക്ലാസ് അല്ലത്. അനുകൂലനം മാത്രമുള്ള ആരും അങ്ങനെ പ്രതികൂലിക്കുന്നില്ല. ഹസ്ന എന്ത് പറയുന്നു? ഹസ്ന എന്തിനോടാണ് യോജിക്കുന്നത്? കേൾക്കുന്നുണ്ടോ? ഹസ്ന കേൾക്കുന്നുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല തുടക്കം വീട്ടിൽ നിന്നാണെന്നാണ്. തുടക്കം വീട്ടിൽ നിന്നാണെന്നാണ്. അപ്പൊ ഇതിൽ സ്കൂളാണോ ഫാമിലി ആണോ ഏതാണ് എടുക്കുന്നത്? ഡിബേറ്റ് അല്ല എങ്കിൽ ഗോപിക പറഞ്ഞതുപോലെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ് ബേസിക് വരുന്നത്. അത് കഴിഞ്ഞ സെക്കൻഡ് സ്കൂൾ. പക്ഷേ അല്ലേ, രണ്ടും ഡിപ്പെൻഡ് ആവുന്ന സിറ്റുവേഷൻ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടാണ് ഇത് രണ്ടും രൂപപ്പെടുന്നത് അല്ലെ. എല്ലാ കുട്ടികൾക്കും വീട്ടിൽ നിന്ന് തന്നെ കിട്ടണമെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് എല്ലാ കുട്ടികൾക്കൊന്നും വീട്ടിൽ നിന്ന് ഡിസിപ്ലിൻസ് കിട്ടുന്നില്ല. പല സാഹചര്യങ്ങൾ പല പ്രശ്നങ്ങളൊക്കെ കൊണ്ട് നേരെ കിട്ടുന്നത് എവിടെ നിന്നാണ്? സ്കൂളിൽ നിന്ന് തന്നെയാണ്. പക്ഷെ ചില പാരന്റ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഡിസിപ്ലിൻസ് അവർക്ക് വേണ്ടതെല്ലാം പ്രൊവൈഡ് ചെയ്ത് വളർത്തുന്ന ഫാമിലിയാണ്. അപ്പൊ ഇതെല്ലാം തന്നെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? സിറ്റുവേഷൻ ബേസ്ഡ് ആണ്. സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടാണ് ഇതൊക്കെ രൂപപ്പെടുന്നത്. ഓക്കെ, ഒരു കാര്യം ചോദിക്കട്ടെ. ഈ സ്നേഹവും ഡിസിപ്ലിനും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? സ്നേഹം, ലവ് ആൻഡ് ഡിസിപ്ലിൻ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഉണ്ട് മിസ്സേ. സ്നേഹത്തിലൂടെയല്ലേ നമുക്ക് ഡിസിപ്ലിൻ മാത്രമല്ല എന്തും നമ്മൾ ആ ഒരു സ്നേഹത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്താണ് ആ ഒരു ബന്ധം? എന്താണ് ഡിസിപ്ലിനും ലവും തമ്മിലുള്ള റിലേഷൻഷിപ്പ്? എന്താണ്? എല്ലാ ഡിസിപ്ലിൻസിലും നമ്മൾ സ്നേഹം ഉൾപ്പെടുത്താൻ പറ്റും? ഭയങ്കര ഒരു കാര്യമായി പറഞ്ഞത്. ചില സമയങ്ങളിൽ നമ്മൾ അച്ചടക്കം, അതായത് നമ്മൾ ഒരു റൂൾസും ഡിസിപ്ലിനും അച്ചടക്കമല്ലേ മെയിനായിട്ട് പറയുന്നത്. അപ്പൊ ചില സമയത്ത് നമ്മൾ സ്നേഹത്തോടുകൂടി സംസാരിക്കുമ്പോൾ അവർക്ക് അച്ചടക്കം കൂടുതൽ പഠിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് അത് തമ്മിലുള്ള യോജിപ്പുണ്ട്. അതായത് ഇപ്പം സ്കൂളിലാണെങ്കിലും ഒതുങ്ങിയിരിക്കാത്ത കുട്ടികളുടെ അടുത്ത് സ്നേഹത്തിൽ ആദ്യം പറയും. പിന്നെ നമ്മുടെ റൂൾസ് ആണെങ്കിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ പറയും. അതായത് ഇത് നമ്മുടെ റൂൾസ് ആണ്, അച്ചടക്കം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്, നിയമങ്ങളാണെന്ന് പറയുമ്പോൾ അവരത് ഇപ്പൊ ഓരോ സ്കൂളിലും ഓരോ റൂൾസ് ഉണ്ടായിരിക്കില്ലേ. അപ്പൊ അത് തമ്മിൽ പരസ്പരം ബന്ധമുണ്ട്. നമ്മൾ ദേഷ്യത്തിന് സംസാരിക്കുന്നത് സ്നേഹത്തിൽ സംസാരിക്കുന്നത് വ്യത്യാസമുണ്ട്. പക്ഷെ നമുക്ക് ഒരു റൂൾസ് ആണെങ്കിൽ അത് നമ്മൾ പാലിച്ചേ പറ്റുള്ളൂ. അതിൽ നമുക്കൊരു വേർതിരിവ് കാണിക്കാൻ പറ്റില്ല. കറക്റ്റ് ആൻസർ ആണ് അല്ലെ. നമ്മൾ കുട്ടികളോട് കുറച്ചുകൂടി സ്നേഹത്തിൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർ കേൾക്കാറുണ്ട് അല്ലെ. ആ ഒരു ഫ്രണ്ട്ലി മാനറിലൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങളത് കേൾക്കും. അല്ലാതെ ഇപ്പൊ നമ്മുടെ വീട്ടിലെടുത്ത് നോക്കി, വീട്ടിലെ കുട്ടികളോട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഭയങ്കര ഷൗട്ട് ചെയ്തൊക്കെ പറഞ്ഞാൽ അനുസരിക്കാൻ ഭയങ്കര മടിയായിരിക്കുള്ളൂ അല്ലെ. പക്ഷെ നമ്മളത് ഒരു കുറച്ച് സ്നേഹം കലർത്തി അല്ലെങ്കിൽ നല്ല രീതിയിൽ അതൊന്ന് പറഞ്ഞു കൊടുക്കുക. സ്നേഹവും ഉദ്ദേശിച്ചത് നല്ല രീതിയിൽ പറയാനുള്ളതാണ് കേട്ടോ. നല്ല രീതിയിൽ നമ്മളത് പറഞ്ഞു കൊടുക്കുമ്പോ ആ ഒരു പരിധി വരെയൊക്കെ ഒരു അനുസരിക്കാൻ ശ്രമിച്ചു കൊടുക്കും അല്ലെ. പിന്നെ അതൊന്ന് ഫോളോ ചെയ്യാൻ തുടങ്ങും. അപ്പൊ സ്നേഹം തമ്മിൽ ഡിസിപ്ലിന് കണക്ഷൻ ഉണ്ട്. ഓക്കെ,
പല കാര്യങ്ങളും നമുക്ക് കുട്ടികളിൽ അച്ചടക്കം ഉണ്ടാക്കിയെടുക്കാൻ സ്നേഹത്തോടെയുള്ള ഒരു നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡും കുട്ടികളിൽ എന്താണ് അത്തരത്തില് ഡിസിപ്ലിൻ കുറച്ചും കൂടി ചെയ്യാനായിട്ട് അവരെ പ്രാപ്തരാക്കുകയാണ് അല്ലെ. കുറച്ചും ഇഷ്ടമുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഫോഴ്സ് ചെയ്ത് ചെയ്യുന്നതും അല്ലാതെ ചെയ്യുന്നതും തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ട് അല്ലെ. ഒരു കാര്യം ചെയ്യാൻ നമ്മൾ ഫോഴ്സ് ചെയ്ത് വാട്ടി എടുത്ത് അടിച്ച് പേടിപ്പിച്ച് കൊച്ചിനെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുത്തി ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നത് ഭയങ്കര ഇഷ്ടത്തരം എന്നേ പറയാൻ പറ്റുള്ളൂ അല്ലെ. ഇഷ്ടത്തരം എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊരു മോശം വാക്കല്ല കേട്ടോ. നമ്മള് എന്തെങ്കിലും കഠിനമായിട്ടുള്ള കാര്യം ചെയ്തതിനെയാണ് ആ ഒരു വാക്കിൽ സൂചിപ്പിക്കുന്നത് അല്ലെ. യെസ്. അപ്പൊ അങ്ങനെ ചെയ്യുന്നതൊക്കെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന കുറച്ച് ക്രൂരതകൾ. അങ്ങനെ കാണിക്കുന്ന അമ്മമാരുണ്ട് കേട്ടോ. അമിതമായിട്ട് ചീത്ത പറഞ്ഞ് ഫോഴ്സ് ചെയ്ത് പറയാൻ പറ്റാത്ത വാക്കുകളൊക്കെ ബാഡ് വേർഡ്സ് ഒക്കെ ഉപയോഗിച്ച് ചീത്ത പറയുന്ന അമ്മമാരുണ്ട്. ഇത് റിയൽ ലൈഫിലുണ്ട് കേട്ടോ. അപ്പൊ അവരിൽ ശരിക്കും പറഞ്ഞ കുട്ടികൾ പഠിക്കണം എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ അത് ആ കുഞ്ഞിന്റെ ഭാവിയെ തന്നെയാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. പല വേർഡ്സുകൾ കുഞ്ഞ് അപ്പൊ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കേൾക്കാൻ പാടില്ലാത്ത വർക്കുകളൊക്കെ കുഞ്ഞ് പഠിക്കുന്നത് നടന്നില്ല. അങ്ങനത്തെയൊക്കെ ഫാമിലി ലൈഫ്സ് ഉള്ള കുറെ ലൈഫ് സ്റ്റൈലുള്ള ആൾക്കാരുണ്ട്. ഓക്കെ. യെസ്. അപ്പൊ സ്നേഹവും ഡിസിപ്ലിനും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെന്ന് പറയാൻ കാരണം ഇപ്പൊ ശരിയാണ്. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു അധ്യാപിക നമ്മളോട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങള് അസംബ്ലിക്ക് ഇങ്ങനെ എല്ലാവരും ലൈനപ്പ് ആയിട്ട് പോകണം. അസംബ്ലി കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ തന്നെ നിങ്ങൾ വരണമെന്ന് പറഞ്ഞു കൊടുത്താൽ നിങ്ങൾ അതേപോലെ തന്നെ വരും. നിങ്ങൾ ഇതേപോലെ വന്നില്ലെങ്കിൽ ഞാൻ ചുട്ട പെടവെച്ച് തരും, അല്ലെങ്കിൽ അവിടെ ഗ്രൗണ്ടിലിട്ട് നിങ്ങൾ തല്ലൂന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചാല് കുട്ടികൾ പേടിച്ചനുസരിക്കും അല്ലെ. പക്ഷെ ആ കുഞ്ഞുങ്ങൾക്ക് അധ്യാപികയോട് എന്തായിരിക്കും ഒരു വേറിട്ട സ്നേഹം ഒരിക്കലും നോർമൽ ആയിട്ടുള്ളൊരു അറ്റാച്ച്മെന്റ് ഒന്നും തന്നെ രൂപപ്പെടാൻ പോകുന്നില്ല. ഓക്കെ. യെസ്. അപ്പൊ ഡിസിപ്ലിനും ലവും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ഇനി ആരെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഡിസിപ്ലിനും ലവും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന അധ്യാപകരും ഉണ്ട്. ആ ഒരു കണക്ഷൻ എക്സ്പ്ലോയിറ്റ് ചെയ്യും. കാരണം എനിക്ക് എന്റെ കുട്ടിക്കാലത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു മിസ് ഉണ്ടായിരുന്നു. ഞാനൊരു എയ്ഡഡ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ഞങ്ങൾ ഈ ലാസ്റ്റ് പീരീഡ് ആവുമ്പോൾ നിലത്തിറക്കി ഇരുത്തും എല്ലാവരെയും. പോണേന്റെ അല്ല ബെല്ലടിച്ച് പോകുന്നതിന്റെ ലാസ്റ്റ് പീരീഡിൽ. അപ്പൊ ഈ മിസ് എന്ന് പറഞ്ഞ് നല്ല സാരിയൊക്കെ കൊടുത്ത് നല്ല എന്താ സുന്ദരിയായിട്ടൊക്കെ വരുന്നൊരു മിസ്സാ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും നല്ല സ്നേഹമാണ് കുട്ടികളോട്. അപ്പൊ ഈ നിലത്തിരുത്തി ഇരിക്കുന്ന നേരത്ത് മിസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. എന്നിട്ട് അപ്പൊ മിസ്സിന്റെ ഈ താഴെ സാരി ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നുണ്ടാവും, എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നുണ്ടാവും. അപ്പൊ ഞങ്ങൾ ഈ നിലത്തിരിക്കും പറയും, എടാ ഒന്ന് ഇറക്കിയിട്ടെ, അതൊന്ന് ഇറക്കിയിട്, ഇവിടെ ഒന്ന് കയറ്റിയിട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്യിക്കുന്ന ഒരു മിസ്സായിരുന്നു. ഞാനത് ഓർക്കുന്നു. പലതവണ അങ്ങനെ ചെയ്യിച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ നിലത്തിരിക്കുമ്പോ പിള്ളേരോട്. കാരണം അത്ര സ്നേഹത്തിൽ പെരുമാറിയിട്ട് ഓരോന്ന് ഇങ്ങനെ ഇങ്ങനെ പലപ്പോഴും മിക്കപ്പോഴും ചെയ്യുമായിരുന്നു അങ്ങനെ ആ മിസ്. അതാ ഞാൻ പറഞ്ഞ. അപ്പൊ ആ ഒരു സ്നേഹം ആ ഒരു എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു ഇതും ഉണ്ട് എന്ന് പറയായിരുന്നു. ഇപ്പൊ അങ്ങനെ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. മിസ്സുമാര് അന്നുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കുറെ കാര്യങ്ങളെക്കാൾ കൂടുതൽ നമ്മുടെ കുട്ടികള് ടീച്ചർ പറയുമ്പോ കേൾക്കാറുണ്ട് അല്ലെ. ടീച്ചർ പറഞ്ഞാൽ ചെയ്യും, മിസ് പറഞ്ഞാൽ ചെയ്യും. നമ്മുടെ പാരന്റ്സ് തന്നെ അത് മനസ്സിലാക്കി എടുക്കാറുണ്ട്. മിസ് പറഞ്ഞത് കേൾക്കുള്ളൂ, മിസ്സിന്റെ ക്ലാസ് കയറാൻ, അല്ലെങ്കിൽ മിസ് വന്ന മിസ് എല്ലാ ദിവസവും ക്ലാസ് അങ്ങനെ ഇഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട് കുറെ പേരെ. മിസ് പറഞ്ഞാൽ ചെയ്യും, അമ്മ പറഞ്ഞാൽ അത്രയും ചെയ്യില്ല. ഒത്തിരി പാരന്റ്സ് അങ്ങനെ പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാൻ കാരണം? അധ്യാപികയെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. അവര് അവിടെ ഡിസിപ്ലിൻസ് എല്ലാം പഠിപ്പിക്കുന്നുണ്ട്, അച്ചടക്കം പഠിപ്പിക്കുന്നുണ്ട്, കണ്ടന്റ്സ് പഠിപ്പിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും. പക്ഷെ അതെല്ലാം തന്നെ എന്ത് അതിന്റെ മുകളിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്നേഹമാണ്. ഓക്കെ. അവർ ആ ഒരു ലവിലൂടെയാണ് അതെല്ലാം സ്പ്രെഡ് ചെയ്യിപ്പിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും വഴക്ക് പറഞ്ഞാലും സ്നേഹത്തോടെയുള്ള വഴക്ക് പറച്ചിലുകളുണ്ട്, അറിയാലോ. സ്നേഹത്തോടെ വഴക്ക് പറയാം നമുക്ക്. ദേഷ്യം മാത്രമല്ല ആ ഒരു വഴക്ക് പറച്ചിലിന്റെ ഒരു ഉച്ച സ്റ്റൈൽ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ടോൺ എന്ന് പറയുന്നത്. സ്നേഹത്തോടെ വഴക്ക് പറയുന്ന അധ്യാപകരുണ്ട്. ഓക്കെ. അത് പല കുഞ്ഞുങ്ങളും അതൊക്കെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നമ്മളും പഠിച്ച സമയത്ത് നമ്മുടെ ടീച്ചേഴ്സ് നമ്മൾ നല്ല രീതിയിൽ നോക്കണമെന്നല്ല നമ്മളെല്ലാവരും ആഗ്രഹിച്ചത്. ടീച്ചർ എന്നെ ഒന്ന് പരിഗണിക്കണം അല്ലെ, ടീച്ചർ എന്നെ ഒന്ന് നോക്കണം, ടീച്ചർ എന്നോട് സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചൊരു കാലഘട്ടമുണ്ട്. അത് തന്നെ നമ്മുടെ കുട്ടികളും അതൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മള് സ്നേഹത്തോടുള്ള വഴക്ക് പറഞ്ഞ് പല കാര്യങ്ങളും കുട്ടികളിൽ നമുക്ക് എന്താണ് പലതും പുതിയതാക്കി ഉണ്ടാക്കിയെടുക്കാനായിട്ടും സാധിക്കും. ഇപ്പൊ ഡിസിപ്ലിൻ ആണെങ്കിലും മറ്റെന്താണെങ്കിൽ പോലും എന്താണ് അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു 15 വയസ്സെത്തുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അധ്യാപകർ പറഞ്ഞുള്ള കാര്യങ്ങളാണ് 15 വയസ്സ് വരെ നമ്മൾ പഠിക്കുന്നത്. അതായത് ഓരോ വർഷമേയും ഓരോരോ അനുഭവങ്ങള്.
ഓരോരോ ഡിസിപ്ലിൻസ് ആണ് നമ്മൾ അറ്റൈൻ ചെയ്യുന്നത്. ഓരോരോ അച്ചടക്കം എന്നല്ല, അച്ചടക്കം എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, യെസ്. അതേപോലെ തന്നെ അമ്മമാരും ഇതിൽ ഏറ്റവും മറ്റൊരു അമ്മയും ടീച്ചറും നോക്കുകയാണെങ്കിൽ രണ്ടും ഏകദേശം നമുക്ക് ഇപ്പൊ അധ്യാപകരെയാണ് നമ്മൾ സെക്കൻഡ് മദർ എന്ന് പറയുന്നത് അല്ലേ, പറയാറില്ല, അധ്യാപകരാണ് സെക്കൻഡ് മദർ എന്ന് പറയുന്നത്. ചിലവർക്ക് അമ്മയേക്കാൾ കൂടുതൽ ഇഷ്ടം അധ്യാപകരെ തന്നെയായിരിക്കും. യെസ്, അതിന്റെ എല്ലാം മുകളിലത്തെ കാരണം എന്ന് പറയുന്നത് ആ ഒരു കുഞ്ഞുങ്ങളോടുള്ള ഒരു ബിഹേവിയർ ആണ്, സ്നേഹത്തോടുള്ള പെരുമാറ്റമാണ്. അതെല്ലാ ടീച്ചേഴ്സിനും അതങ്ങനെ ഒരേപോലെ കൊടുക്കാൻ പറ്റണമെന്നില്ല. എല്ലാവർക്കും അതേ ഒരു കൺസിസ്റ്റൻസിയിൽ കുഞ്ഞുങ്ങളോട് പെരുമാറാൻ പറ്റണമെന്നൊന്നും. അത് ഇൻബോൺ ആയിട്ട് വരുന്നതാണ്. നമുക്ക് ഒരിക്കലും ആർട്ടിഫിഷ്യൽ ആയിട്ട് സ്നേഹം പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല കുട്ടികളോട്, അല്ലെ? ആർട്ടിഫിഷ്യൽ സ്നേഹം നമുക്ക് മനസ്സിലാവും, പക്ഷെ ഭയങ്കര സ്വാഭാവികമായിട്ട് നോർമലായിട്ട് വരുന്ന കാര്യങ്ങൾ എന്താണ്, നാച്ചുറൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ അതിൽ നിന്നും നിലനിൽക്കും. ആർട്ടിഫിഷ്യല് അതിപ്പോ സ്നേഹമാണെങ്കിലും എന്താണെങ്കിലും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതിന് ആർട്ടിഫിഷ്യലിന്റെ ആ ഒരു എന്താ പറയാ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ, അല്ലെ? കുറച്ച് നാളത്തേക്ക് മാത്രം. അപ്പൊ നിങ്ങളുടെ ടോപ്പിക്സിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഫാമിലി ആണെന്ന് തന്നെയാണ് നിങ്ങൾ പറയുന്നത്, അല്ലെ? ആണോ? ഫാമിലി അല്ലെങ്കിൽ ഡിബേറ്റ്സിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കേ വിജയിക്കുള്ളൂ കേട്ടോ. പക്ഷെ ചില സമയങ്ങളില് ഞാൻ പറഞ്ഞില്ലേ, FT6 നടത്തിയപ്പോഴാണ് ഭയങ്കര പ്രശ്നമായി തീർന്നത്. ഒരാള് സ്കൂളിൽ നിന്ന് പിടിച്ചു നിന്നിട്ട് സ്കൂളിനെ പറ്റി എന്ത് എതിർത്ത് പറഞ്ഞാൽ ആ കുട്ടി ഭയങ്കര വെള്ളമായിരുന്നു. ബാക്കി കുറെ പേര് ഫാമിലി എന്ന് പറഞ്ഞിട്ട് രക്ഷയില്ല, ഫാമിലിനെ വെട്ടിക്കിടത്തുന്ന രീതിയിലുള്ള പോയിന്റ്സ് ആ കുട്ടികൾ പറഞ്ഞു. കുട്ടി പറയാം, അതാണ് ഡിബേറ്റ്സ് കേട്ടോ. കുട്ടി പറഞ്ഞ് ലാസ്റ്റ് എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആള് കിടന്ന് തല്ലുപിടുത്തോ ലാസ്റ്റ്. ടീച്ചർ എന്ന പൊസിഷൻസ് ഒക്കെ മാറി ആള് നല്ല എന്തൊക്കെയോ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഞാനത് കൺക്ലൂഡ് ചെയ്തത്. FT6 ബാച്ചിൽ പേരെയാണ് ഓർക്കുന്നത്, സഫിയ എന്നാട്ടങ്ങനെ മുസ്ലിം കുട്ടിയാണ്. അതെങ്ങനെ പറഞ്ഞ് ആളെങ്ങനെ പ്രഷർ കയറാണ്. ആൾക്ക് പ്രഷർ കയറിയിട്ട് ആളുടെ മൈൻഡൊക്കെ മാറി. ഞാനിങ്ങനെയല്ലേ പറഞ്ഞത്, ഞാനിങ്ങനെയല്ലേ പറയുള്ളൂ, ഇത് തന്നെയാണ് സ്കൂളാണ് പിടിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലോ, രക്ഷയില്ല. കണക്കിനുള്ള ദിവസം ടീച്ചർ. പക്ഷെ ചില ക്ലാസ്സിൽ മാത്രമല്ല അങ്ങനെ പ്രശ്നം, അവിടെ മാത്രത്തെ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ കണ്ടോ സിമ്പിൾ ആയിട്ട് അങ്ങ് പോയി. ഡിബേറ്റ് ആണെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല. അത് നിങ്ങൾ ഇപ്പം ലുതിയെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും നിങ്ങൾ ഭയങ്കര സഹകരണ മനോഭാവമുള്ള കുട്ടികളാണല്ലോ. അപ്പൊ നിങ്ങളുടെ മനസ്സൊക്കെ ഒരേപോലെ ആയിട്ടൊക്കെ നിങ്ങൾ ഓരോ അഭിപ്രായങ്ങൾ പറയുന്നത് ഞാൻ ചിന്തിക്കുമായിരുന്നു. ഓക്കെ, എന്നിരുന്നാൽ പോലും നമുക്ക് ഓരോ സെഷൻസ് ചെയ്യണമെന്നുണ്ട്, അതിനു വേണ്ടി ചെയ്യിപ്പിച്ചതാണ് ഡിബേറ്റ്സ്. ഇതിലിപ്പോ പങ്കെടുക്കാത്തത് നമ്മുടെ ജയശ്രീ അനുവൊക്കെ ഇല്ല അല്ലെ? ജയശ്രീ അനു ഇല്ല, രമ്യയില്ല. ജയശ്രീ എന്തായാലും വീട് പറയുള്ളായിരുന്നു അല്ലെ? ജയശ്രീ 3 പിള്ളേരെ അവിടെ നല്ല പുസ്തകം പഠിപ്പിക്കുന്ന ആളാണ്. എനിക്ക് തോന്നുന്നു ചേച്ചി കൂടിയായിരുന്നു സമയം. അതെ, സ്കൂളിൽ കിടന്ന് നല്ല വട്ടം കറങ്ങുന്നുണ്ടാവും. നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലല്ലേ പിള്ളേരെ ഇൻഫന്റ് സ്കൂളിനെ പറ്റി? നല്ല ടോപ്പ് സ്കൂളാണ് അത്, ഞാൻ പറഞ്ഞില്ലേ. അത്യാവശ്യം ഭയങ്കര ക്വാളിഫിക്കേഷൻസ് ഉള്ള ടീച്ചേഴ്സ് തന്നെ അവിടെ ഉള്ളത്. പിന്നെ കംപ്ലീറ്റ് ഇംഗ്ലീഷ് ആണ്, അതാണ് എനിക്ക് ഒരു ടെൻഷൻ ഉള്ളത്. അവിടെ എന്ത് ഹാൻഡിൽ ചെയ്യുമെന്ന് അറിയില്ല. കുഴപ്പമുണ്ടായിരിക്കില്ല, അത്യാവശ്യം സംസാരിക്കുമെന്നാണല്ലോ, ഇംഗ്ലീഷ് പറയുമെന്നൊന്നാണ് അറിയില്ല. ഇല്ല, അങ്ങനെ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. സംസാരിക്കാന്ന് പറഞ്ഞായിരുന്നു. കുഴപ്പമില്ല പറഞ്ഞ സ്കൂളില്. ഇനി നമ്മളാരെങ്കിലും ഒബ്സർവ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ സംസാരിക്കാം, ഒരു പ്രശ്നമില്ല. ആരെങ്കിലും നോക്കിയിരിക്കുമ്പോൾ മാത്രം നമുക്ക് ടെൻഷൻ ആവും. അവന്റെ ക്ലാസ് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഒരു 9th ചാപ്റ്റർ എത്തുമ്പോൾ നിങ്ങൾ പഠിക്കും. ഒബ്സർവേഷൻ എന്നൊരു ഭാഗമുണ്ട് പഠിക്കാനായിട്ട്. നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ഒബ്സർവേഷൻസ് 3-4 ടൈപ്സ് ഉണ്ട്. നമ്മൾ വാച്ച് ചെയ്യാൻ ഒത്തിരി പേരുണ്ടാവും. നമ്മൾ വിചാരിക്കും നമ്മുടെ ഹോൾ ക്ലാസ് ആരും ശ്രദ്ധിക്കുന്നില്ല എന്നായിരിക്കും. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഡിബേറ്റ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വിജയകരമായി പോയതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇപ്പൊ അതിൽ എന്താണ് ആൻസർ വന്നിരിക്കുന്നത്? സ്കൂളാണ് വീടാണ് ഡിസിപ്ലിൻ ഉറവിടം എന്നാണ് നിങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ അത് തന്നെ നമുക്ക് ആൻസർ ആയിട്ട് പറയാം അല്ലെ? ഓക്കെ, ഒരുപടി മുന്നിൽ എന്തായിരുന്നു? രണ്ടും ഒരുപോലെ തന്നെ, പക്ഷെ എന്നിരുന്നാൽ പോലും ബേസിക് എന്ന് പറയുന്നത് കുട്ടികൾക്ക് വീടാണ് അല്ലെ? ഫൗണ്ടേഷൻ ഇടുന്നത് വീട്. നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റിയെന്ന് പറയും ആൻസർ. ഇങ്ങനെ പറയാൻ പറ്റിയിട്ട് കാരണം എന്താണ്? നിങ്ങള് ഒരു സ്ത്രീയാണ്, ഭാര്യയാണ്, അതിൽ കൂടുതൽ നിങ്ങൾ അമ്മയാണ്, അതിനപ്പുറത്തേക്കാൾ നിങ്ങൾ നല്ല ടീച്ചേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പൊ നിങ്ങൾക്ക് ഇതല്ല ഇതിന്റെ വേറെ രീതിയിലൊക്കെ തോന്നും അല്ലേ? ഓക്കെ. എന്നിരുന്നാൽ പോലും നല്ല അമ്മമാരാണ്. അതാണ് ഗോപികയുടെ വാദിക്ക് കേട്ടറിയാം, നല്ലൊരു അമ്മയാണ് പറയുന്നത്. ഞാൻ അങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് പറഞ്ഞേട്ടോ. നല്ല വാശിയുണ്ടത്. വാശിയല്ല, ഒരു നല്ല അമ്മയുടെ നിന്ന് കേൾക്കുന്ന ഒരു ആൻസറാണ്. അപ്പൊ കുഞ്ഞുങ്ങളാണ് അതിന്റെ ഭാഗ്യവാന്മാര് അല്ലേ? 2 ആൺകുട്ടികളല്ലേ ഗോപികയ്ക്ക്? അതെ മാം, 2 ആൺകുട്ടികളാണ്. മൂത്താൾക്ക് 20 വയസ്സ്, ഇളയാൾക്ക് 15 വയസ്സ്. ആ കറക്റ്റ് പ്രായമാണ് അപ്പൊ. അപ്പൊ ആളോട് ചോദിച്ചു നോക്കട്ടോ ഗോപികയെ, ഒന്ന് ചോദിച്ചു നോക്ക, അമ്മയിൽ നിന്നാണോ നിനക്ക്, അല്ലെങ്കിൽ സ്കൂൾ ടീച്ചേഴ്സിൽ നിന്നാണ്, സ്കൂളാണോ നിന്നെ ഏറ്റവും കൂടുതൽ നിന്റെ അച്ചടക്കത്തിന് ഏറ്റവും സപ്പോർട്ട് എന്ന് ചോദിച്ചു നോക്ക്. ആൻസർ എന്താ കിട്ടുമെന്ന് ചോദിക്കും. ഓക്കെ മാം, ചോദിക്കാം. പക്ഷെ അവൻ എന്ത് പറയും? അമ്മയല്ലെന്ന് പറഞ്ഞാലോ? അമ്മയല്ലെന്ന് പറഞ്ഞാലും എനിക്ക് സന്തോഷമാണ് മിസ്സേ. അവരുടെ മിസ്സുമാരല്ലേ അവർ പറയുന്നത്, അപ്പൊ എനിക്ക് അതിലും സന്തോഷമാണ്. അവരുടെ ടീച്ചേഴ്സിന് ഒരിക്കലും നമ്മൾ അങ്ങനെ പറയില്ല. നമുക്ക് കിട്ടണം അങ്ങനെ ഒരു സ്നേഹം, അങ്ങനെയല്ല. അവർക്ക് എന്താണോ തോന്നുന്നത് അവർ പറയണം. ഞാൻ അമ്മയെന്ന നിലയിൽ അവർക്ക് നല്ല നല്ല രീതിയിലെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോ അവർക്ക് ടീച്ചേഴ്സിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞാലും എനിക്ക് അതിലും സന്തോഷമാണ്. അവരങ്ങനെ തന്നെ പറയണം എന്നാണ് ഞാൻ പറയുന്നത്. ചോദിക്കാൻ പറയുന്നത് നിങ്ങളൊന്നും നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾ ചോദിച്ചു നോക്കിയേ. കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ടുള്ളവരോട് ചോദിച്ചാൽ മതി കേട്ടാ. കുഞ്ഞുങ്ങളോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. കുഞ്ഞുങ്ങളോട് ചോദിക്കണ്ട. ചോദിച്ചെന്ന് ചോദിക്കാം, പക്ഷെ എന്തായിരിക്കും ആൻസർ എന്നൊന്നും അറിയാനായിട്ടെ ഒന്ന് ചോദിക്കുക. എന്താണ് ഉദ്ദേശിക്കുന്നത്? അളക്കാൻ വേണ്ടി നൈസായിട്ടും ചോദിച്ചു നോക്കുക. എന്ത് പറയുമെന്ന് പറയാം. ഓക്കെ. അപ്പോ ഡിബേറ്റ് സെഷൻ കഴിഞ്ഞു. ഇനിയിപ്പോ ഒരു ടോപ്പിക്സ് ഇല്ല. ഇനിയുള്ളത് നിങ്ങൾ ഓൾറെഡി ഹാപ്പി മൊമെന്റ്സ് ചെയ്തിട്ടുള്ളവരാണ് അല്ലെ? ലൈഫിൽ ഏറ്റവും ഹാപ്പി മൊമെന്റ്സ് സംസാരിച്ചിട്ടുള്ളവരാണ്. ഓക്കെ. നെഗറ്റീവ് മൊമെന്റ്സ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതും മിസ് പറഞ്ഞു ഒരു ദിവസം തരാമെന്ന്. മിസ് പറഞ്ഞു ഒരു ദിവസം തരാം അല്ലേ? അതെ അതെ. ഓക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. നെഗറ്റീവ് മൊമെന്റ്സ് ഉണ്ട്. നെഗറ്റീവ് മൊമെന്റ്സ് എന്നൊരു സെഷൻ ഉണ്ട്. അത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്താട്ടോ. ഈ പോസിറ്റീവ് പറഞ്ഞ് കുട്ടികൾ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പൊ നെഗറ്റീവ്സ് ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ നെഗറ്റീവ്സിന്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, എന്താണ് അങ്ങനെ പറ്റിയത്. പക്ഷെ ചിലവർ പറഞ്ഞപ്പോ എന്താണ്, നെഗറ്റീവ്സ് പറഞ്ഞ സമയത്ത് ചിരിക്കുകയാണ് ചെയ്തത്. ഒരു ഭയങ്കര കോമഡി. MT6 ഇതൊക്കെ അരങ്ങേറിയത് ഭയങ്കര കോമഡി ആയിരുന്നു. ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ആ കുഞ്ഞ് ഹാൻഡിൽ ചെയ്തത്. ചിരിച്ച് മണ്ണ് നിർത്തിയാണ് പറഞ്ഞു. സിറ്റുവേഷൻ എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല, നിങ്ങൾ പറയാത്ത കേട്ടാ. കുറച്ച് വൾഗറായ സിറ്റുവേഷൻ ആണ്. പക്ഷെ ആള് പറഞ്ഞത്, അന്ന് ആള് ടെൻഷൻ അടിച്ച് ചത്ത് എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് പേടിയാവും. പക്ഷെ ആള് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ചിരി തുടങ്ങിയിട്ട് ചിരി നിർത്തുന്നതാ. നെഗറ്റീവ് അനുഭവങ്ങൾ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചൊക്കെ എങ്ങനെ ഇരിക്കും എന്നുള്ളത് കേട്ടോ. അപ്പൊ അതൊരു സെഷൻ നമുക്ക് എപ്പോഴെങ്കിലും ഇതുപോലെ ഏതെങ്കിലും എക്സ്ട്രാ ക്ലാസ്സുകളൊക്കെ കയറുമ്പോൾ എടുക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും നെഗറ്റീവ് അനുഭവം എല്ലാവരും പറയാൻ പറ്റണമെന്നില്ല. പറയാൻ പറ്റാത്തവർ പറയണമെന്നില്ല കേട്ടോ. ഒരിക്കലും നിർബന്ധിക്കില്ല. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ഇന്ററാക്റ്റീവ് ക്ലാസ്സസ് ആണ്, നിങ്ങളുടെ ഇഷ്ടത്തിൽ പറഞ്ഞാൽ മതി. ഓക്കെ. എന്നിരുന്നാൽ പോലും ചെറിയ ചെറിയ നെഗറ്റീവ്സ് നമ്മൾ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മളിൽ നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ടോ, മറ്റുള്ളവർ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ അല്ലെ? അങ്ങനെയുള്ള സിറ്റുവേഷൻ എന്താണെങ്കിലും നമുക്ക് പറയാം. ഓക്കെ. എന്തുകൊണ്ടാണ് അപ്പൊ നെഗറ്റീവ്സിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നതെന്ന് അപ്പോഴത്തെ ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. എനിക്ക് പറയുന്നില്ല. അപ്പൊ അതിന്റെ ഇമ്പാക്റ്റ് ഒക്കെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ. വേറെ ഒരു കാര്യം, ഇപ്പൊ നിങ്ങൾ ഈ അടുത്ത ദിവസം നടന്നൊരു ന്യൂസ് കണ്ടിരുന്നോ? ദീപക് എന്നൊരു യുവാവ് മരിച്ചത് കണ്ടിരുന്നോ? ഞാൻ വിചാരിച്ചു മിസ് ഡിബേറ്റിന് ആ ഒരു സബ്ജക്റ്റ് ആയിരിക്കും ചോദിക്കാന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. അതിനെ കുറിച്ചിട്ട് എന്താണ്? ആക്ച്വലി എന്നെ ഭീകരമായിട്ട് തന്നെ പെടുത്താനാണ് കഴിഞ്ഞാൽ. നിങ്ങൾ ആ ന്യൂസ് കണ്ടോ? എന്താ ഉള്ളത്? നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ എന്താ വിശ്വസിക്കുന്നത് അതില്? എല്ലാവരും ഓരോ പ്രശ്നത്തെ ഓരോ ആംഗിളിൽ, പല ആംഗിളിലായിരിക്കും കാണുന്നത് അല്ലെ? ഒരു പ്രശ്നത്തെ പല ആംഗിളിൽ കാണുന്നവരാണ് നമ്മളെല്ലാവരും. പലരും ചില കുട്ടികൾ എന്താണെന്ന് വെച്ചാലേ അത് ആ വീഡിയോയിൽ തന്നെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ആ ആള് മോശമായിട്ട് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഈ പെൺകുട്ടിയാണ് അങ്ങനെ ഫ്രണ്ടിലോട്ട് നീങ്ങി നിൽക്കുന്നേ. ഇപ്പൊ നമ്മളെ ഇപ്പത്തെ സിറ്റുവേഷനിൽ പലയിടത്തും നടക്കുന്നതാണ്. അതായത് മോശമായിട്ട് ഇടപെടുന്നതൊക്കെ നടക്കുന്നതാണ്. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു പോസിബിൾ നമുക്ക് കാണുന്നില്ല. എന്നിട്ട് അങ്ങനെ ഒരു കാര്യം പറയാന്ന് തെറ്റായിട്ടുള്ള കാര്യമല്ലേ? ഒരാളുടെ ഭാവിയല്ലേ, ഇപ്പൊ ജീവിതമല്ലേ പോയത്. അവരങ്ങനെ ഇല്ലാണ്ടേ ആവല്ലേ ചെയ്തത്. തെറ്റാണത്. ജീവനാണ് പോയത് അല്ലെ? അത് ശരിക്കും നമുക്ക് ആ വീഡിയോയിൽ നല്ല ക്ലിയർ ആയിട്ട് കാണാം അല്ലെ? ആ കുട്ടി നീങ്ങി നിൽക്കുകയാണ് ആളുടെ അടുത്തേക്ക്. എന്നിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കണം. ആ സമയം കൊണ്ട് ആൾക്ക് മാറിയിരിക്കായിരുന്നു. അല്ലെങ്കിൽ നേരെ പോയി പോലീസിൽ പരാതി കൊടുക്കായിരുന്നു. എന്ത് വേണമെങ്കിലും ചെയ്യായിരുന്നു.
പക്ഷെ അത് പബ്ലിക്കിന്റെ മുമ്പിൽ ഇതുപോലത്തെ ഒരു സിനിമ ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ സുരാജ് പഞ്ചാബിയുടെ ഒരു സിനിമ ഉണ്ടായിട്ട് അദ്ദേഹം കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അത് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തത്. അത്ര പക്ഷെ വീട്ടിൽ നിന്നാണ് ആൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട്. അതായത് കുഞ്ഞ് ICU കിടക്കുന്ന സമയത്ത് രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നിട്ട്, ശരിക്കും ട്രൂ സ്റ്റോറിയാണ് കേട്ടോ, രാത്രി ഉറങ്ങാതിരുന്നിട്ട് മെട്രോയിൽ തിരിച്ചു പോകുന്ന സമയത്ത് ആള് വണ്ടിയിൽ കിടന്ന് ഉറങ്ങിപ്പോയി. പക്ഷെ സൗബിൻ സഹിദാണ് എന്നുള്ളത് സിനിമയില് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു. കുടിച്ച് വെള്ളം അടിച്ച് ഫിറ്റായിട്ട് വണ്ടി കിടന്ന് ഉറങ്ങാന്ന് പറഞ്ഞു. പക്ഷെ ആളെന്താണ്, ആളുടെ സിറ്റുവേഷൻ പോലും അറിയില്ല. ആളെന്താണ് കുഞ്ഞ് രാത്രി മുഴുവൻ ICUലായിരുന്നു. അവിടെ ഇരുന്ന് ഉറങ്ങാതിരുന്നിട്ട് പിറ്റേ ദിവസം ഉറങ്ങിപ്പോയതാണ്. എന്നിട്ട് ആളെ ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും ഭയങ്കരമായിട്ട് ഒരു സിനിമ പേര് ഞാൻ മറന്നുപോയി. അപ്പൊ അതേപോലെ അത് സിനിമയിൽ കാണിച്ചു. പക്ഷെ അത് ട്രൂ സ്റ്റോറിയാണ് കേട്ടോ, അതും ആ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. കുട്ടിക്ക് ഒന്നില്ലെങ്കിൽ അയാളോട് ഷൗട്ട് ചെയ്യായിരുന്നു അല്ലെ, വെറുതെ ഷൗട്ട് ചെയ്ത് എന്തെങ്കിലും ചീത്ത പറഞ്ഞാൽ അതിൽ പോരായിരുന്നു. ഇത്ര ഇൻസിഡന്റ് ആക്കുന്നത് ഒരാളുടെ ജീവനാണ് ഇല്ലാതാക്കിയിട്ടുള്ളത്. ആലോചിച്ച് നോക്കൂ. അപ്പൊ ആളെ പിടിച്ചു എന്നൊന്നല്ലേ ന്യൂസില്? 10 വർഷം എന്താണ് 10 വർഷം തടവ്, പിന്നെ എന്തോ എത്രയോ പൈസ അങ്ങനെ പിഴവ് പറഞ്ഞിട്ടുണ്ട്, പിഴ അടയ്ക്കാൻ 1 പറഞ്ഞിട്ടുണ്ട്. കോടിയാണെന്ന് തോന്നുന്നു. 1 കോടിയെന്ന് പറയുന്നു മിസ്, കറക്റ്റ് ആണോ എന്ന് അറിയത്തില്ല. പക്ഷെ അത് ഈ നിയമം കൂടുതലും സ്ത്രീകൾക്ക് മുൻഗണന ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നത് ഇതുപോലെ ഇങ്ങനെ ആണുങ്ങളെ ഇത്രയും ടോർച്ചർ ചെയ്തവരുണ്ട്. എല്ലാവരും എങ്ങനെ പറയാൻ പറ്റില്ല. ഇതേപോലത്തെ പാവങ്ങളുണ്ട്. എല്ലാ ആണുങ്ങളും എങ്ങനെ ഒരേ കണ്ണിൽ ചില നമ്മള് പെൺപിള്ളേര് ഇച്ചിരി കൂടുതലാ. ആരെങ്ങനെ നോക്കിയാലും നമ്മൾ അതിനെ മോശമായിട്ട് വിചാരിക്കാൻ പോകും അല്ല. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മളെല്ലാവരും എങ്ങനെയാണ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളത് ക്രിയേറ്റ്, നമ്മുടെ മനസ്സിന് തോന്നലാണ് അയാൾ അങ്ങനെ നോക്കുന്നത്. ചില സിറ്റുവേഷൻ ശരിയാവാറുണ്ട്, ചിലത് പക്ഷെ തെറ്റാണ്. ആ തെറ്റാനുള്ള ഉദാഹരണം ഇപ്പൊ കണ്ടത് അല്ലേ? പക്ഷെ അതൊക്കെ ഭയങ്കര ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ പെൺകുട്ടി, അത് ആളുടെ ബന്ധുക്കൾ പറയുന്ന വീഡിയോസ് കാണുമ്പോൾ നമുക്ക് പാവം തോന്നും. ഇത്രയും ഒന്നിനുമില്ലാത്ത ഒരാളെയാണ് കൊന്നത് അല്ലെ? ഒരാവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അപ്പൊ തന്നെ അത് പ്രതികരിക്കേണ്ടത്. ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോ എന്തിട്ടാലും ഇതുപോലെ ഇങ്ങനെ കുറെ വൈറലാവാൻ വേണ്ടി ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ആവൂന്നറിയാം. അപ്പൊ എന്തെങ്കിലും അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ അപ്പൊ തന്നെ പ്രതികരിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഈ ഫോണും എടുത്തു കഴിഞ്ഞാൽ അത് വൈറലാവും എന്നുള്ള ഒരു തിങ്കിങ് വരുന്നോണ്ടാണ് ഇങ്ങനെയൊക്കെ. അയാൾ ആലോചിച്ചപ്പോ തോന്നി എന്തായാലും ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ലോകം മുഴുവൻ പരക്കും, പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലാന്ന് തോന്നിയിട്ടുണ്ട്. അത് അത്രയും മാനസികമായി അത്രയും കൺട്രോളോടുള്ള മനുഷ്യനായിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്. സൂസൈഡ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരു അറ്റംപ്റ്റ് തോന്നുന്ന കാര്യമാണ്. മനസ്സിനകത്ത് തോന്നും ആ അത്ര ടൈമിൽ അത് ചെയ്യും. അങ്ങനെയാണ്. എന്നെ കൂടുതലായിട്ട് പഠിപ്പിച്ചൊന്നും തന്നെയില്ല പിന്നെ ഒന്നും പഠിപ്പിച്ചു തരാൻ പാടില്ല. അത് ഞാൻ പഠിച്ചു തന്നിട്ടില്ലല്ലോ. നിങ്ങൾക്ക് സൈക്കോളജിയിൽ അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട് കേട്ടോ. അത് പഠിപ്പിച്ചു തരാത്തതാണ്, വേറെ ഒന്നുമില്ല. ഒരു കാര്യമുണ്ടത്. അതൊരു സെക്കൻഡിൽ മാത്രമേ ആ ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ ഏകദേശം കുറച്ച് സെക്കൻഡ്സ് മാത്രമേ നമ്മുടെ മനസ്സിൽ നിൽക്കുള്ളൂ. ആ സെക്കൻഡ് മനസ്സ് അങ്ങോട്ട് പെട്ടെന്ന് മാറിപ്പോവാണെങ്കിൽ അത് അങ്ങോട്ട് വിടും. ആ ഒരു തോട്ട് തന്നെ നമ്മുടെ മനസ്സിൽ പോകും. പക്ഷെ ആ തോട്ട് അവിടെ എത്ര സെക്കൻഡ് നിലനിൽക്കുന്നു, നമ്മുടെ മെമ്മറിയിൽ എത്രത്തോളം നിലനിൽക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് കേട്ടോ. ഭയങ്കര സീരിയസ് ആയിട്ട് കേൾക്കില്ലേ, വെറുതെ പറയണേ. അപ്പൊ അവരുടെ മനസ്സൊക്കെ മാറി സൂയിസൈഡ് ഒക്കെ കുറയ്ക്കാൻ പറ്റുമല്ലേ? പിന്നെ സിമ്പിൾ ആയിട്ട് കാര്യമായിട്ട് പറഞ്ഞതാ. അതൊന്നില്ലെങ്കിൽ അത് ശരിക്കും ദുർബലമായ മനസ്സുകളിലാണ് അത് കൂടുതലായിട്ട് സംഭവിക്കുന്നത്. മനസ്സിന്റെ ഒരൊറ്റ തോന്നലാണ് സൂയിസൈഡ് അറ്റംപ്റ്റ്. മരണം വേണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ തീരുമാനങ്ങളല്ലേ നമ്മൾ പല സ്ഥലത്ത് എത്തിച്ചേർക്കുന്നത്. മരിക്കാൻ തീരുമാനിച്ചു മരിക്കും. അത് ആ സമയത്ത് ഒന്ന് സംസാരിച്ചാൽ മതിയായിരുന്നു ആരുടെ അടുത്തെങ്കിലും. ഒന്ന് കുറച്ചു നേരം ഒന്ന് തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ആ മൈൻഡ് മാറിയനെ അങ്ങനെ. പക്ഷെ ആ ഒരു ഒറ്റ പോയിന്റിൽ തോന്നുകയാണ് കഴിഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ പിന്നെ അത് ചെയ്തു കഴിഞ്ഞു പോയി. അങ്ങനെ ആലോചിച്ചൊക്കെ തോന്നിക്കാണും. ഒരു പെണ്ണായിട്ടുള്ള ഒരു റിലേറ്റഡ് സ്റ്റോറി അല്ലേ അത്. അപ്പൊ ഒരു വീഡിയോ അല്ലേ അത്. ആരോടൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞ് വിശദീകരിക്കണമെന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ടോ? ആര് പറഞ്ഞാലും വിശ്വസിക്കാത്ത ആൾക്കാരാണെങ്കിൽ ആളുടെ ഡൈവോഴ്സ് കഴിഞ്ഞിട്ടിരിക്കാൻ എന്തൊക്കെ പറയുന്നുണ്ട്. 10 ദിവസം ആ കുട്ടികളായിട്ട് ജീവിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നു. 10 ദിവസം. ഇത്രയും ദിവസം ജീവിച്ചിട്ടുള്ള ആൾക്ക് അച്ഛനും അമ്മയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പോയത് പോയി അല്ലേ. ഇനി ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഇല്ലാതിരിക്കട്ടെ, അതാണ് നമ്മൾ വേണ്ടത്. അല്ല, അതിനെതിരെ കുറെ ആണ്. അതായത് ഇപ്പൊ ആണുങ്ങളും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക, അടുത്ത പെണ്ണിരിക്കുന്നുണ്ടെങ്കിൽ നല്ല അതിങ്ങനെ വീഡിയോസ് കാണുമ്പോ നമുക്കൊരു പക്ഷെ
ഒരാള് മുള്ളിന്റെ മറ്റേ മുള്ള് വെച്ചിട്ടുള്ള ഒരു ഡ്രസ് ഇട്ടിട്ട് വന്നിരിക്കുകയാണ്. എന്നെ ആരും തൊടരുത്, എന്നെ തൊട്ടാൽ മുള്ളുള്ളൂ. വീഡിയോസ് ആണ്. ഇനി കുറച്ച് ദിവസമൊക്കെ ഇതൊക്കെ തന്നെയായിരിക്കും അല്ലെ. നമുക്ക് എന്തെങ്കിലും അങ്ങനെയാണല്ലോ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കാര്യം കിട്ടിയാൽ കുറച്ച് ദിവസമൊക്കെ അതായിരിക്കും കാണുമ്പോൾ അത് കഴിഞ്ഞ് അത് വിടും. പിന്നെ അടുത്തത് ഇൻസിഡന്റ് വന്നവരെ ഇത് പിടിച്ചിങ്ങനെ വല തൂങ്ങി നടക്കും. പക്ഷെ അതിലൊരു വീഡിയോയിൽ കണ്ട കമന്റ്, ഒരാളെ പോലീസ് പിടിക്കുന്നത് കണ്ടിട്ട് ഏറ്റവും സന്തോഷം തോന്നിയ വീഡിയോ ഇതാണെന്ന് പറയണ്ടായിരുന്നു. അതായത് ആ പെണ്ണിനെ പിടിച്ചു തോന്നുന്നു കണ്ടിട്ട് ഏറ്റവും സന്തോഷം തോന്നി എന്ന് പറയുന്നത് ഒരു അമ്മ അയച്ചേക്കുന്ന കമന്റാണ്. ശരിയാണ് അല്ലെ, നമുക്ക് സന്തോഷം തോന്നി. ഞങ്ങള് എന്തിനാണ് മൊത്തം മൂടിയിട്ടാണ്, ഫുൾ പർദ്ദ ഇട്ടിട്ടാ നിക്കുന്നേ. അതിന് മുന്നേ ഫുൾ മേക്കപ്പും എല്ലാം ചെയ്തിട്ട് ഇത് ഉണ്ടായതിനു ശേഷം ഫുൾ പർദ്ദ, ഒന്നും മുഖം ഒന്നും കാണണ്ടെന്ന് വെച്ചിട്ടാണ്. ആള് സൈക്കോളജിസ്റ്റും കൂടി ആണെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കോമഡി. പക്ഷെ മിണ്ടണ്ട, നമുക്കൊരു അപമാനമാണത്. ഞാൻ പറയാൻ നിൽക്കായിരുന്നു. എന്ത് കഷ്ടമാണ്. ഇങ്ങനെ സൈക്കോളജി പഠിച്ചിട്ടുണ്ടെന്നില്ല. അപ്പൊ ഓവറായിട്ടുള്ള ഒരു സ്മാർട്ട്നെസ് ആണ് കാണിച്ചത്. അത് പഠിച്ചത് വേറെ എന്തെങ്കിലും ആയിരിക്കും. പാരാസൈക്കോളജി ആയിരിക്കും പഠിച്ചത്. ക്രിമിനൽ ആയിട്ടുള്ള എന്തെങ്കിലും അറ്റംപ്റ്റ് ഒക്കെ നടത്താനുള്ള അതായിരിക്കും പഠിച്ചേക്കണം. ഒരാളെ സൂയിസൈഡിലേക്ക് എങ്ങനെ വിടാം എന്നുള്ളതിന് ഇതായിരിക്കും. ഓക്കെ, അപ്പൊ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. സൈൻ ഔട്ട് ഉണ്ടോ? സൈൻ ഔട്ട് ഉണ്ട് മിസ്. ജസ്റ്റീന. ഇതാരാ? ഇതൊക്കെ പുതിയ കുട്ടികളുണ്ടോ നമ്മുടെ ക്ലാസ്സിൽ? പുതിയതല്ല മിസ്, ഞാൻ ക്ലാസ്സിൽ തന്നെ ഉള്ളത്. ഓക്കെ, താങ്ക് യു മിസ് ഫോർ ദ വണ്ടർഫുൾ സെഷൻ. വീടും സ്കൂളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് കുട്ടികൾ ഡിസിപ്ലിൻ വളർത്തിയെടുക്കാൻ സാധിക്കുക. വീട്ടിൽ നിന്ന് ലഭിക്കുന്ന അടിസ്ഥാന ശീലങ്ങളും സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന ഘടനാപരമായ അന്തരീക്ഷവും ഒരുമിച്ച് കുട്ടികളെ നല്ല വ്യക്തികളാക്കി മാറ്റുന്നു. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഡിസിപ്ലിൻ വീട്ടിൽ നിന്ന് തുടങ്ങി സ്കൂളിൽ വളരുന്നു. ഓക്കെ, താങ്ക് യു മിസ് ആൻഡ് താങ്ക് യു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. നാളെ ചിലപ്പോ അപർണ മിസ് ആയിരിക്കും പഠിക്കുന്നത്. ഓക്കെ, താങ്ക് യു.